السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരന്മാരെ, രക്ഷിതാക്കളെ, ആലിമീങ്ങളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം കബൂലാക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ ഇഷ്ടപ്പെടുന്നത് മാത്രം പ്രവർത്തിച്ച് അവൻ്റെ മതത്തെ 100% പിന്തുടർന്ന് സാലിഹ്യങ്ങളായി ജീവിച്ച് പരലോകത്ത് ഹബീബായ നബി തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ ബന്ധുമിത്രാദികളോടുകൂടെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ കേട്ടതുപോലെ ഇസ്ലാമിലെ സ്ത്രീ എപ്പോഴും വിവാദ നായികയാണ്. അവരടിസ്ഥാനപരമായി വിവാദം സൃഷ്ടിക്കുന്നവരാണ് എന്നല്ല, അവരെ മുന്നിൽ വെച്ച് ഇസ്ലാമിനെ വിമർശിക്കാനും ശക്തമായി എതിരിടാനും വേണ്ടി പലരും അതത് സമയങ്ങളിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കേരളത്തിലുള്ള ഇസ്ലാം വിമർശകരാകുന്ന ആളുകളുടെ പൊതുവെയുള്ള ശൈലി പരിശോധിച്ചാൽ ഏതാനും വർഷങ്ങളായി ഇസ്ലാം സ്ത്രീ വിരോധമാണ് പഠിപ്പിക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടുകളാണ്. എന്ന് മാത്രമല്ല, ഇസ്ലാമിക പണ്ഡിതന്മാർ മതം പറയുമ്പോൾ അതെങ്ങനെയെങ്കിലും വളച്ചൊടിച്ചോ മറ്റോ അവർ ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ വിരോധികളാണ് എന്ന് തെളിയിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി മാത്രം മെനക്കെട്ട് ജീവിതം മാറ്റിവെക്കുന്ന എത്രയോ ഇസ്ലാം വിമർശകരുണ്ട്. അതുകൊണ്ട് അവരെന്താണ് ഈ ലോകത്ത് പ്രത്യേകമായി നൽകുന്നത് എന്നോ അവർ ലോകത്തിന് നൽകുന്ന സംഭാവനകൾ എന്താണ് എന്നോ അവർക്ക് പോലും ബോധ്യമല്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇസ്ലാമിക പണ്ഡിതന്മാർ സ്ത്രീ വിരോധികൾ തന്നെയാണ് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു സീസണിൽ ഒരു ഉസ്താദിൻ്റെ പിറകെ കൂടിയാൽ കുറേ കാലം അത് അബദ്ധങ്ങളും ദുരാരോപണങ്ങളും പറഞ്ഞ് കേസെടുക്കണമെന്ന് പറഞ്ഞ് ഇവർ വലിയ സ്ത്രീ വിരുദ്ധരാണ് എന്ന് പറഞ്ഞ് അവരുടെ പിറകെ കുറേ കാലം കൂടിയിട്ട് ഉടനെ തന്നെ പിന്നെ നീ വേറെ ആളിലേക്ക് കയറുന്നു. പിന്നെ നിരന്തരം തരാതരം ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ എല്ലാവരും, അതോടൊപ്പം ഇസ്ലാമിക ആദർശം, ഹദീസ്, ഖുർആൻ, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും കഠിന സ്ത്രീ വിരോധികളാണ് എന്ന് തെളിയിക്കാനുള്ള അതിഗംഭീരമായ ശ്രമമാണ് കേരളത്തിൽ പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റുകൾ ഇങ്ങനെ വരും, ഇത്രയൊക്കെ കേട്ടിട്ടും ഇസ്ലാമിൽ നിൽക്കുകയാണോ സ്ത്രീകളെന്ന്, ഇത്രയൊക്കെ ഭീകരമായിട്ടും ഇസ്ലാമിനെ സ്നേഹിക്കുകയാണോ സ്ത്രീകളെന്ന്. അപ്പോൾ ഈ കമൻ്റ് എഴുതുന്നവർ പ്രത്യേകമായ തൊഴിലാളികളാണ്, അവർക്ക് കമൻ്റ് എഴുതൽ തൊഴിലാണ്. അവർ ഇസ്ലാമിനെ ഈ വിമർശകന്റെ നാവിൽ നിന്നല്ലാതെ കേട്ടിട്ടേ ഇല്ല. എന്താണ് പരിശുദ്ധ ഇസ്ലാം എന്ന് ഖുർആനോ ഹദീസോ വെച്ചവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വക്താക്കളാകുന്ന പണ്ഡിതന്മാർ എന്താണ് പറയുന്നതെന്ന് എന്ന് മനസ്സിലാക്കാൻ അവർക്കൊട്ട് ഇത്തിരി സമയം പോലും ഇല്ല. പിന്നെ ഏതെങ്കിലും മതവിരുദ്ധൻ യൂട്യൂബിൽ ജീവിക്കാൻ വേണ്ടി മറ്റു ജോലികളൊന്നും പറ്റാതെ വരുമ്പോൾ പഠിച്ച പണി ചില പുതിയ ആദർശങ്ങളുടെ കാരണത്താൽ ജീവിത സന്ധാരണ മാർഗത്തിന് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ, അങ്ങനെയാണ് എക്സ് മുസ്ലിമുകളിലുള്ള ചില ഡോക്ടർമാരൊക്കെ ഹോമിയോ ഡോക്ടർമാരാണ്. അവർ പോയി ഈ എക്സ് മുസ്ലിം ആയപ്പോൾ മതം മാത്രമല്ല ശരിയല്ല എന്ന് തോന്നിയത്, അതുവരെ അവർ 5-6 വർഷം എടുത്ത് പഠിച്ച ഹോമിയോ വൈദ്യശാസ്ത്രം ശരിയല്ലെന്നും അത് സൂഡോ സയൻസ് ആണെന്നും അവർക്ക് ബോധ്യപ്പെട്ടു അത്രേ. അതുകൊണ്ട് യാതൊരു ഫലവും കിട്ടൂല എന്ന് അവർക്ക് തീരുമാനമായി. അവരിതുവരെയും ഈ മേഖലയിൽ ഡോക്ടർമാരായി പ്രവർത്തിച്ചവരാണ്. ആ സീസണിൽ നിരവധിയായ രോഗികളെ അവർ ചികിത്സിച്ചതും ഭേദപ്പെട്ടതുമാണ്. അത് അവരുടെ അനുഭവം ആണ്. ലോകത്ത് കാലങ്ങളായി ഒരു വൈദ്യശാസ്ത്രം നിലനിൽക്കുന്നുവെങ്കിൽ അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടാകും, അതിൻ്റെതായ നന്മകളുണ്ടാകും. ഞാൻ ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രത്തെ പ്രത്യേകമായി പ്രൊമോട്ട് ചെയ്യാനല്ല അത് പറയുന്നത്. ആയുർവേദമാവട്ടെ, യുനാനിയാവട്ടെ, ഹോമിയോ ആവട്ടെ, സിദ്ധമാവട്ടെ, ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകരിച്ചതാണ്. നമുക്കറിയാലോ, ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകരിച്ച 4-5 ചികിത്സാ രീതികൾ ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന, ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന
ഈ ഒരു സംഭവത്തിനപ്പുറം ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച നിരവധിയായ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഈ ഹോമിയോ എന്ന് പറയുന്നത്. പലരും അതിൻ്റെ അനുഭവസ്ഥരാണ്. പക്ഷെ അത് സൂഡോ സയൻസ് ആണെന്ന് മനസ്സിലായി. ഏതുപോലെ ഇസ്ലാം ശരിയല്ല എന്ന് മനസ്സിലായതുപോലെ അതോടുകൂടി ഡോക്ടർ പണി ചെയ്യാൻ പറ്റാതെയായി. ചില ആളുകൾ അങ്ങനെയാണ്. ഈ ഹോമിയോ പോലെയുള്ള ഏതെങ്കിലും ഒരു സമാന്തര ചികിത്സാ രീതിയുടെ ഗുണങ്ങൾ പറയാനല്ല എൻ്റെ ഈ വേദിയിലെ ലക്ഷ്യം. അവരെന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശനത്തിൽ കൂടുന്നു എന്നതിൻ്റെ ഒരു കാരണം പറയാനാണ്. നമുക്കറിയാം, ഈ ഗതികെട്ട കുറേ രോഗങ്ങൾ ഓപ്പറേഷൻ പോലുമില്ലാതെ ഇത്തരം സംവിധാനങ്ങൾ കൊണ്ട് സുഖപ്പെടാറുണ്ട്. അപ്പോൾ ഈ ചങ്ങാതിമാരെ വിശദീകരിക്കൽ മരുന്ന് കുടിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ കൊണ്ട് ഡമ്മി മെഡിസിനായി പ്രവർത്തിക്കുന്നത് കൊണ്ട് സുഖപ്പെടുന്നതാണ് എന്നാണ്. സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ ചെറിയ കുട്ടികളുടെ രോഗം മാറാൻ പാടില്ല. ഇതേ വൈദ്യശാസ്ത്രത്തിൽ തന്നെ മൃഗങ്ങൾക്ക്, പക്ഷികൾക്കൊക്കെ ഉള്ള മെഡിസിനുകളുണ്ട്. അതിൻ്റെ ഫലവും കാണാറുണ്ട്. ഇവർ പറയുന്നത് പ്രകാരം ഈ മൃഗങ്ങൾക്ക് ഈ ഔഷധങ്ങൾ തീരെ പ്രതിഫലിക്കാൻ പാടില്ല. കാരണം എന്തോ ഒരു മരുന്ന് കുടിക്കുന്നുണ്ട് തോന്നിയിട്ടൊന്നുമല്ല, അവരുടെ വെള്ളത്തിൻ്റെയും അവരുടെ പുല്ലിൻ്റെയൊക്കെ ഇടയിൽ വെച്ചിട്ട് ഇത് കൊടുക്കലാണ് പതിവ്. പലജാതി സർജറിക്ക് നിർബന്ധിപ്പിക്കപ്പെടുന്ന, ആധുനിക വൈദ്യശാസ്ത്രം സർജറി അല്ലാതെ പരിഹാരമില്ലെന്ന് പറയുന്ന പലജാതി രോഗങ്ങൾക്ക് ഈ സമാന്തര വൈദ്യശാസ്ത്ര ചികിത്സകൾ കൊണ്ട് സമ്പൂർണമായ സുഖം ലഭിക്കാറുണ്ട്. അതിൻ്റെതായ ഗുണങ്ങൾ അതിനുണ്ടെന്ന് ഈ മനുഷ്യനടക്കം ബോധ്യപ്പെട്ടതാണ്. കാരണം കാലങ്ങളോളം അയാൾ രോഗികളെ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ എന്തിനേയും വിമർശിക്കുക എന്നൊരു ട്രെൻഡിലേക്ക് വരുമ്പോൾ ഇസ്ലാം മാത്രമല്ല ശരിയല്ലെന്ന് വരുന്നത്, അവരിതുവരെയും പഠിച്ചതും ചികിത്സിച്ച് അനുഭവിച്ചതുമായ വൈദ്യശാസ്ത്രവും ശരിയല്ലെന്ന് വരുന്നു. അപ്പോൾ പിന്നെ ഡോക്ടർ എന്ന് പറയാൻ മടിയായി വരും. പിന്നെ ജീവിക്കണ്ടേ? ജീവിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം പുതിയ കാലത്ത് ഇസ്ലാം വിമർശനം നടത്തി യൂട്യൂബിലും മറ്റും സ്ഥിരമായി പോസ്റ്റുകൾ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇസ്ലാം വിമർശനമാകുമ്പോൾ എല്ലാവരും അതിൻ്റെ പിന്നാലെ കൂടും, കാണും, ലൈക്ക്, ഷെയർ ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് അവർക്ക് വരുമാനം വരും. അതുകൊണ്ടാണ് മറ്റു തൊഴിലൊന്നുമില്ലാതെ ദിവസവും ഓരോന്നോ രണ്ടോ ക്ലിപ്പ് വരെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞതന്നെ ആവർത്തിച്ച് പറയുന്നു. ഇസ്ലാമിൻ്റെ ഉദ്ഭവം മുതലുള്ള വിമർശനങ്ങൾക്ക് അന്നു മുതലുള്ള പണ്ഡിതന്മാർ മറുപടി പറഞ്ഞ് 100% ശത്രുക്കൾ ലഭ്യരായ കാര്യങ്ങൾ പിന്നെയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഇസ്ലാമിലെ സ്ത്രീ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഇസ്ലാമിലെ സ്ത്രീ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. സത്യത്തിൽ ഇസ്ലാം സ്ത്രീവിരുദ്ധമാണെന്ന് പറയുന്നവർ ഇസ്ലാമിനെ എത്രമേൽ പഠിച്ചിട്ടുണ്ട്? ഞാൻ ആയത്തുകളിലേക്കും ഹദീസിലേക്കും വ്യാപകമായി കടന്നു പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കുറേ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാമിൻ്റെ ഉദ്ഭവം മുതൽ വിമർശിക്കപ്പെടുന്നതും അന്ന് മുതൽ പണ്ഡിതന്മാർ വ്യക്തമായി മറുപടി പറയുന്നതുമാണ്. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നമ്മളും സ്വാഭാവികമായി ആവർത്തിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് കുറേയേറെ ആയത്തുകളിലേക്ക് ഞാൻ ഇറങ്ങുന്നില്ല. ഹദീസുകളും സുലഭമായി ഞാൻ ഉദ്ധരിക്കുന്നില്ല. എൻ്റെ മുന്നിൽ ഞാനത് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പരിശുദ്ധ ഇസ്ലാം ജനിക്കുന്ന, അല്ലെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴി പരിശുദ്ധ ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണ രൂപം ലോകത്തിന് വെളിപ്പെടുന്ന സാഹചര്യത്തിലെ സ്ത്രീയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ 2-3 ഇടങ്ങളിൽ പറയുന്നുണ്ട്, അന്ന് പെണ്ണ് ജനിച്ചാൽ കുഴിച്ചു മൂടുന്ന കുറേ വർഗങ്ങളുണ്ടായിരുന്നു. പച്ചക്ക് കുഴിച്ചു മൂടും. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നൽകാതെ സ്ത്രീയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് സ്ത്രീയെ ഏത് വിധം സംരക്ഷിക്കണമെന്ന് കൃത്യമായ ആദർശം ഖുർആൻ ലോകത്തിന് പഠിപ്പിക്കുന്നത്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാ കിറാമും അത് സമൂഹത്തിന് പ്രയോഗ രൂപത്തിൽ വിശദീകരിക്കുന്നത്. ഇവിടെ വെച്ച് വേണം ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണെന്ന് പറയാൻ. സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള പരമമായ അവകാശം നേടിക്കൊടുത്തത് ഈ ആദർശമാണെന്നർത്ഥം. AD 11-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നവർ സ്ത്രീകളെ വാടകയ്ക്ക് കൊടുക്കാൻ ഭർത്താവിന് സമ്മതം നൽകിയിരുന്നു. ഈ അടുത്ത കാലം വരെയും ക്രൈസ്തവ ലോകത്ത് പെണ്ണിന് ആത്മാവുണ്ടോ എന്ന് ചർച്ച വന്നിരുന്നു. സ്ത്രീകൾക്ക് അനന്തരാവകാശം ലഭ്യമല്ലായിരുന്നു.
വിതങ്ങളുടെ കാലത്തുള്ള സ്ത്രീകളെക്കുറിച്ച് അന്നുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അവർക്ക് അനന്തരം എടുക്കാൻ പറ്റൂല, അവരെല്ലാവരും അനന്തരം എടുക്കും. അവർക്കൊന്നും ഉടമപ്പെടുത്താൻ പാടില്ല, അവരെ മറ്റുള്ളവർ ഉടമപ്പെടുത്തും. കേവലം ഒരു ലൈംഗിക വസ്തുവായി മാത്രം സ്ത്രീകൾക്ക് ജീവിക്കാൻ അവകാശം കൊടുക്കുന്നവർ ആ സമൂഹത്തെ കണ്ടു. പ്രസവിക്കാനുള്ളൊരു ഉപകരണമായി മാത്രം അവർ സ്ത്രീയെ പരിഗണിച്ചു. പരിശുദ്ധ ഖുർആൻ ഫറോവയുടെ കാലത്തുള്ള സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. ആണുങ്ങളെയും ആൺകുട്ടികളെയും കൊന്നുകളയും, സ്ത്രീകളെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ സൂക്ഷിച്ചു വെക്കും. മോശസിന്റെ കാലത്തുള്ള യുദ്ധത്തെക്കുറിച്ച് പറയുന്ന ബൈബിളിലെ സംഖ്യാപുസ്തകം 31-ാം അധ്യായത്തിന്റെ 7 മുതൽ 10-16 വരെയുള്ള വാക്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. യുദ്ധം കഴിഞ്ഞു വരുന്ന സൈന്യാധിപരെ മോശസ് വിളിച്ചുകൊണ്ട് ഗംഭീരമായി വഴക്ക് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ത്രീകളെ മൊത്തം കൊല്ലാതിരുന്നു എന്ന് ചോദിച്ചിട്ടാണ്. എന്തുകൊണ്ട് നിങ്ങൾ സ്ത്രീകളെ കൊല്ലാതെ നിന്നു? അതുകൊണ്ട് പുരുഷനെ അറിഞ്ഞ എല്ലാ സ്ത്രീകളെയും നിങ്ങൾ കൊന്നുകളയുക. എന്നുവെച്ചാൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകളെയൊക്കെ കൊന്നുകളയുക. പുരുഷനെ അറിയാത്ത സ്ത്രീകളെ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു കൊള്ളുക എന്നാണ്. പുരുഷനെ അറിയാത്ത സ്ത്രീകളെ എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളെ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു കൊള്ളുക. പുരുഷനെ അറിഞ്ഞ സ്ത്രീകളെയോ കൊന്നുകളയുക. ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധനായി ഈ ആധുനിക കാലത്ത് പലരും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സയ്യിദുനാ ഹബീബിന മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുന്ന തൻ്റെ അനുയായികളെ വിളിച്ചുകൊണ്ട് നൽകുന്ന നിർദ്ദേശം സ്ത്രീകളെ ഒരു നിലയ്ക്കും ഉപദ്രവിക്കരുത് എന്നായിരുന്നു. സ്ത്രീകളെ ഒരു നിലയ്ക്കും ഉപദ്രവിക്കരുത് എന്നായിരുന്നു. അവരുടെ ഭവനഭേദനം ചെയ്യരുത്, അവരുടെ കൃഷിവസ്തുക്കൾ നശിപ്പിക്കരുത്, മുഖത്ത് പരിക്കേൽപ്പിക്കരുത്, രോഗികളെയും വൃദ്ധരെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കരുത്. പിന്നെ ആരോടാ യുദ്ധം? ഇങ്ങോട്ട് വരുന്നവരോട് മാത്രം. ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധനായി ഇന്നുള്ള എക്സുകളും മന്ദം കുറഞ്ഞവരും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധരംഗത്ത് പോലും സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തി എന്നത് ഇവർ കാണുന്നേയില്ല. സ്ത്രീകൾക്ക് അനന്തരാവകാശം കൊടുത്തു. നമ്മൾ വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. ഇന്ന് സമ്പൂർണ്ണമായി നടക്കുമെന്ന് എനിക്കറിയില്ല. സ്ത്രീകൾക്ക് ഉമ്മ എന്ന മഹത്വമേറിയ പദവി നൽകി. ഈ ഉമ്മയെ എത്രമേൽ മാനിക്കുന്നോ അത് മക്കളുടെ സ്വർഗപ്രവേശനത്തിന്റെ അടിസ്ഥാന കാരണമായി റസൂലുള്ളാഹി നിശ്ചയിച്ചു. മാതാവിന്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആ മാതാവിനെ എത്രമേൽ പരിഗണിക്കാൻ പറ്റുന്നോ, അവരുടെ നിർദ്ദേശം കേട്ട് എത്രമേൽ ആ കുട്ടി നല്ല ധർമ്മനിഷ്ഠനായി ജീവിക്കുന്നോ അവനാണ് സ്വർഗം എന്നാണ്. മാതാവിനെ പിണക്കിയവർക്ക് സ്വർഗത്തെക്കുറിച്ച് പറയാൻ അവകാശമില്ലെന്ന് പറയുന്നു മതം. മാതാവ് അന്യ മതത്തിലാണെങ്കിൽ പോലും ദുന്യവിയായ കാര്യങ്ങളിൽ അവരോട് സമ്പൂർണ്ണമായി സഹകരിക്കണമെന്ന് മതം പറയുന്നു. പരിശുദ്ധ സൂറത്തുൽ ഖുർആനിന്റെ 13 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ പരിശോധിച്ചു നോക്കുക. അന്യമതക്കാരിയാണ്. അന്യമതക്കാരിയാവുന്ന അമ്മയെ കാണാൻ വിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഗംഭീരമായ വിവാദം ഉണ്ടാക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ തലയിലേക്ക് ഇടണ്ട. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ വാർത്തകൾക്കപ്പുറം, ഒരു പക്ഷത്തുള്ള ചില ചാനലുകളിൽ വരുന്ന വാർത്തകൾക്കപ്പുറം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമല്ലെന്ന് മനസ്സിലാക്കണം. മതവിരുദ്ധമായ കാര്യങ്ങളിൽ നമ്മെ മാതാപിതാക്കൾ മതവിരുദ്ധമായ കാര്യങ്ങളിൽ പ്രേരിപ്പിക്കാത്ത കാലത്തോളം അവർക്ക് നിങ്ങൾ വഴിപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഇതാണ് സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു പറയുന്നത്. മതവിരുദ്ധമായ വിഷയങ്ങളിൽ പ്രേരിപ്പിച്ചാലോ അത് ചിന്താശേഷിയുള്ള ഒരു വിശ്വാസിക്കും ആര് പ്രേരിപ്പിച്ചാലും അത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇന്ന് കേരളത്തിൽ അങ്ങനെ ഒരു വിവാദവും ചർച്ച നടക്കുന്നുണ്ട്. ഇസ്ലാം ആയതുകൊണ്ട് മരണപ്പെട്ട അമ്മയെ കാണാൻ വിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി വിടാതിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയില്ല. ഈ പെൺകുട്ടിക്ക് തന്നെയും കാണാൻ വരാൻ മോഹം ഉണ്ടായിരുന്നോ എന്നുള്ളതും എനിക്കറിയില്ല. ആർക്കും വല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അന്ന് യാത്ര ചെയ്യാൻ, അതും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എങ്ങാനും ഈ ആരോപിക്കപ്പെടുന്നത് പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ തലയിൽ കെട്ടരുതെന്ന് മാത്രം പരിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം
വാപ്പയും ഉമ്മയും അന്യമതക്കാരാണെങ്കിൽ പോലും അവരോട് ഭൗതികമായ വിഷയങ്ങളിൽ, എന്നുവെച്ചാൽ മതപരമായ വിഷയങ്ങളിൽ അവരോട് സഹകരിക്കാൻ മുസ്ലിമിന് പറ്റൂല. അവരാരാധിക്കുന്ന ഏതെങ്കിലും പ്രതിഷ്ഠകളെയോ ദൈവങ്ങളെയോ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ വിശ്വാസിക്കാതിന് ചെവി കൊടുക്കാൻ പറ്റൂല. നേരെ മറിച്ച് അവർക്ക് അന്നം കൊടുക്കുന്നതിൽ, അവരെ ചികിത്സിക്കുന്നതിൽ, അവരുമായി ഇടപെടുന്നതിൽ, അവരെ സ്നേഹിക്കുന്നതിൽ, അവരെ കാണുന്നതിൽ ഒരു വിലക്കില്ല. അത് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് മതം പറയുന്നത്. അപ്പം മാതാവിനെ ഏറ്റവും വലിയ പരിഗണന നൽകേണ്ടവരായി മതം പറഞ്ഞു. അറിയാലോ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആർദ്രത കാണിക്കേണ്ടത് ആരോടെന്ന് ചോദിക്കുമ്പോൾ 1, 2, 3 പ്രാവശ്യം ഉമ്മനോട് എന്നാണ് പറയുന്നത്. 4മതായാണ് പിന്നെ ആരോടെന്ന് ചോദിക്കുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട പിതാവിനോട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്നത് അപമാനമായി സമൂഹം കണ്ടിരുന്ന ഒരു കാലത്ത് അങ്ങാടിയിലൂടെ നടന്നു പോയാൽ വിരൽ ചൂണ്ടി പരിഹസിക്കുമായിരുന്നു, ഇവനൊരു മോള് വളരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട്. അത്രമേൽ മോശമായി കുഞ്ഞുങ്ങളെ പോറ്റുന്നത് സമൂഹം കണ്ട കാലത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഹബീബായ റസൂൽ തങ്ങൾ എത്രമാത്രം സ്നേഹിച്ചു. ഫാത്തിമത്തു ബിദ്അത്തും മിന്നി എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. ഫാത്തിമ എൻ്റെ ഹൃദയത്തിൻ്റെ കഷ്ണമാണെന്ന്. ആരെങ്കിലും ഫാത്തിമയെ സ്നേഹിച്ചാൽ എന്നെ സ്നേഹിച്ചു എന്നവരോട് പറഞ്ഞു. മൻ അഹബ്ബഹ ഫഖദ് അഹബ്ബനി. ഫാത്തിമനെ സ്നേഹിച്ചവർ എന്നെ സ്നേഹിച്ചു. ആരെങ്കിലും ഫാത്തിമ ബീവിയോട് വെറുപ്പ് കാണിച്ചാൽ അവൻ എന്നോട് വെറുപ്പ് കാണിച്ചു. എന്തുകൊണ്ട് ഫാത്തിമ? അവരന്നത്തെ സ്ത്രീകളുടെ ഒരു പ്രതീകമായി അള്ളാഹുവിൻ്റെ റസൂൽ പ്രതിഷ്ഠിക്കുകയാണ്. മോളോട് എങ്ങനെ ചെയ്യണം, വർത്തിക്കണമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഫാത്തിമ ബീവിയെ ആരാണോ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ എന്നെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ മോളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെന്ന് അവിടുന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഫാത്തിമ ബീവി കയറി വരുമ്പോൾ ഹബീബായ റസൂൽ തങ്ങൾ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും. ഫാത്തിമ ബീവിക്ക് കൈ കൊടുക്കും, ചുംബനം കൊടുക്കും, കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരും. താനിരിക്കുന്നിടത്ത്, അതുവരെ ഇരുന്നിടത്ത് ഹബീബായ റസൂൽ തങ്ങൾ പ്രിയപ്പെട്ട മോളെ ഇരുത്തും. അത് ഈ ഫാത്തിമത്തു സഹ്റ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട് ഡോക്ടർ അബ്ദു യമാനിക്ക്. ഹബീബായ നബി തങ്ങളാവുന്ന പിതാവും ഫാത്തിമ ബീവിയാവുന്ന പുത്രിയും തമ്മിലുള്ള വർണ്ണാഭരമായ നിലപാടുകളെയും വീക്ഷണത്തെയും അവരുടെ ജീവിതത്തെയും അദ്ദേഹം മനോഹരമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വരച്ചു കാണിക്കുന്നുണ്ട്. ഏതാണിത് കാലം എന്നുള്ളത് മറന്നു പോകരുത്. പെൺകുട്ടി ജനിച്ചാൽ അപമാനമായി കരുതിയ കാലം. നിരവധിയായി പെൺകുട്ടികൾ ജനിച്ചിട്ടും ഏറ്റവും അവസാനത്തേതിനെ പോലും മാതാവിൻ്റെ വിലക്ക് പരിഗണിക്കാതെ കൊണ്ടുപോയി കൊന്നതിൽ അഭിമാനിച്ചിരുന്ന മനുഷ്യർ ജീവിച്ചിരുന്ന കാലം. ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു അബദ്ധം ചെയ്തയാളാണ്. ജാഹിലിയ കാലത്ത് ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഇവിടെ അടുത്ത് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പെൺകുട്ടികളെ സ്നേഹിക്കുക, അത് പാടുണ്ടോ എന്ന്. അദ്ദേഹം തന്നെ കഥ പറഞ്ഞു, ആത്മകഥ പറഞ്ഞു. എൻ്റെ ഭാര്യ 6 പ്രസവിച്ചു, എല്ലാം പെൺകുട്ടികളായി. ഓരോന്ന് അതത് സമയത്ത് ഞാൻ കൊന്നുകളഞ്ഞു. അവളെ 7ാമതും പ്രസവിച്ചു. ഞങ്ങളുടെ പ്രതീക്ഷ തകിടം മറിച്ചുകൊണ്ട് അതും പെണ്ണ്. എൻ്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു അവൾ, ഈ കുഞ്ഞിനെങ്കിലും എന്നെ ഒന്ന് വളർത്താൻ സമ്മതിക്കണം. 7 പ്രസവം നടത്തിയിട്ടും ഒരു കുഞ്ഞിൻ്റെ വായിൽ നിന്ന് ഉമ്മ എന്നുള്ള വിളി കേൾക്കാത്ത സങ്കടം ഈ ഒരു കുഞ്ഞു വഴി എനിക്ക് തീർന്നു കിട്ടണം. അത് പരിഗണിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ വളരാൻ അനുവദിച്ചു. പക്ഷേ വീട്ടിനകത്തേ കുട്ടിയുണ്ടാകും, പുറത്തിറങ്ങില്ലെന്ന അവളുടെ വാക്ക് അവൾ ലംഘിക്കാൻ തുടങ്ങി. കാരണം കുട്ടി പൂമ്പാറ്റയെ പോലെ പാറിക്കളിക്കുന്നൊരു രംഗം വന്നു. കുട്ടി പൂമ്പാറ്റയെ പോലെ പാറിക്കളിക്കുന്ന രംഗം വന്നു. പുറത്തിറങ്ങേണ്ടി വന്നു അവൾക്ക്. വീട്ടുമുറ്റത്തിലൂടെ അവൾ തുള്ളിച്ചാടി ഓടാൻ തുടങ്ങി. പതിയെ പതിയെ ഞാൻ ഒരു പെൺകുഞ്ഞിനെ വളർത്തുന്നു എന്ന സ്വകാര്യം പുറം ലോകമറിഞ്ഞു. അങ്ങാടിയിൽ പാട്ടായി. എല്ലാവരും എന്നെ പരിഹസിക്കാൻ തുടങ്ങി. അവസാനം എൻ്റെ ഭാര്യയെ പറഞ്ഞു പറ്റിച്ച് ഒരു സദ്യക്ക് പോകാനുണ്ടെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് കരുതി വെച്ച കിണറിൻ്റെ പരിസരത്തേക്ക് നടന്നു ചെന്നു. എൻ്റെ കുഞ്ഞിനെ വാരിയെടുത്ത് ഞാൻ ആ കിണറിലേക്ക് വലിച്ചെറിഞ്ഞു. വലിയൊരു ദൗത്യം നിർവഹിച്ച ചാരിതാർത്ഥ്യത്തോടെ ഞാൻ മടങ്ങി വരുമ്പോൾ കിണറിൽ നിന്ന് ഉപ്പ എന്നുള്ള വിളി കേട്ടു. അവൾ മരിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി.
ദൂരെ കണ്ടൊരു പാറ ഉരുട്ടിക്കൊണ്ടുവന്ന് ഞാൻ എൻ്റെ മോളെ തലയിലൂക്ക് ഇട്ടിട്ടു. എനിക്ക് അള്ളാഹു പുറത്തു തരുമെന്നും പറഞ്ഞ് ദിഹിയത്തുൽ കൽബി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വന്ന് വിങ്ങിപ്പൊട്ടിയപ്പോൾ അദ്ദേഹത്തെക്കാൾ അഭിമായ നിബിധങ്ങൾ കരഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധൻ എന്ന് പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പുതിയ കാലത്ത് പല എക്സുകളും പരിചയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പുത്രിയുടെ കാര്യമല്ല, വേറൊരാളുടെ പുത്രിയുടെ ആ സമയത്തുള്ള വിഷമകരമാകുന്ന രംഗം ആലോചിച്ച് പൊട്ടിക്കരഞ്ഞു. സഹാബികൾ ദിഹിയത്തുൽ കൽബിയോട് കയർക്കാൻ തുടങ്ങി, തിരുദൂതർ എത്രമേൽ സങ്കടപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട്. ലോകത്ത് പെൺകുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശം നേടിക്കൊടുത്ത റസൂൽ തങ്ങൾ, അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാം, അവിടുന്ന് ഓതി കേൾപ്പിച്ച ഖുർആൻ സ്ത്രീവിരുദ്ധമാണെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാരെ എല്ലാവരെയും കൂടി പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യണം, കാരണം സ്ത്രീവിരുദ്ധമാണ് ഇവരെന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ മോഹം പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ പരിശോധിക്കുക ഇസ്ലാമും സ്ത്രീയും തമ്മിലുള്ള ബന്ധം. കാര്യമായി വിമർശിക്കപ്പെടുന്ന ഇസ്ലാമിലെ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളത്. പിന്നെ ശൈശവ വിവാഹം, ത്വലാഖ്, ഇങ്ങനെ തുടങ്ങി ചില സംഗതികൾ. വിദ്യാഭ്യാസം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ക്ലാസ്സിൽ അത് തീരുമെന്ന് എനിക്ക് തോന്നണില്ല. സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്താണ് സ്വാതന്ത്ര്യം എന്നിടത്തുനിന്ന് തുടങ്ങണം. അത് എന്താണ് സ്വാതന്ത്ര്യം? എന്താണ് സ്വാതന്ത്ര്യം? ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന ആരോപണം വന്നാൽ എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണ്ടേ? അവർക്ക് തോന്നിയ സമയത്ത് ഇറങ്ങിപ്പോവാൻ അദ്ദേഹം സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണോ? ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് നിഷ്കർഷ വെക്കുന്നതാണോ? രാത്രി ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകരുത്, നിങ്ങളുടെ ശരീരത്തിന് അത് അപാകമാകും, അപായം സൃഷ്ടിക്കും എന്ന് അദ്ദേഹം ഒരു നിയമം രൂപീകരിച്ചാൽ അത് പാരതന്ത്ര്യം എന്നാണ് പറയേണ്ടത്. അപ്പൊ എന്താണ് ഈ സ്വാതന്ത്ര്യം? പഴയകാലത്തുള്ള സ്വാതന്ത്ര്യമല്ല ഇന്ന് പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പഴയകാലത്ത് സ്ത്രീയുടെ ജീവിതം എങ്ങനെയായിരുന്നു? നമ്മുടെ നാട്ടിലുള്ള ഈ പ്രമുഖരാകുന്ന ഹൈന്ദവരിലെ പ്രമുഖ വിഭാഗമാകുന്ന ഈ ബ്രാഹ്മണന്മാരുടെ, നമ്പൂതിരിമാരുടെ ഒക്കെ ഭാര്യമാരുടെ പേരെന്താണ്? അന്തർജനം എന്ന്. ഭാര്യമാരുടെ പേര് അന്തർജനം എന്നാണ്. എന്താ അന്തർജനം? പുറത്തിറങ്ങാതെ വീട്ടിനുള്ളിൽ താമസിക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ പുറത്തിറങ്ങൂല, വിശുദ്ധകളാണെന്ന് സമൂഹം അവരെ കുറിച്ച് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പുറത്തിറങ്ങൂല അവർ. അതുകൊണ്ടാണല്ലോ പ്രമുഖരാകുന്ന പല നേതാക്കളുടെയൊന്നും ഭാര്യമാർ അവരെ പോലെ പ്രമുഖരല്ലാതായിപ്പോയത്. കേരളത്തിൻ്റെ ഒന്നാമത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് ഈ കുലത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആര്യ അന്തർജനത്തെ കുറിച്ച് നമുക്ക് ഏതു വിധത്തിൽ അറിയാം? അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നുള്ള രീതിക്ക് മാത്രം അറിയാം. അവർ മുഖ്യമന്ത്രിയായോ, മന്ത്രി, MLA, അവർ പഞ്ചായത്ത് പ്രസിഡന്റായോ? പെരിന്തൽമണ്ണക്കപ്പുറത്ത് ഏലംകുളത്താണ് അവർ ജീവിച്ചത്. അവിടെയുള്ള വാർഡിലെ മെമ്പറെങ്കിലും ആര്യ അന്തർജനമായോ? ഇല്ല. അവരെ ആര്യ അന്തർജനം പോലും, ആര്യ അന്തർജനം എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയുടെ ഭാര്യ ഇതുവരെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്നിട്ടില്ല. അവൻ ഓരോരുത്തരെ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. VSന്റെ ഭാര്യ എവിടെയെങ്കിലും വന്നോ? ബസുമതി. EK നായനാർ കേരളത്തിന്റെ പല സമയത്തുള്ള മുഖ്യമന്ത്രിയായിരുന്നു, ഒരു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ശാരദ ടീച്ചർ MLA ആയോ? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഭാര്യ ഏതെങ്കിലും രാഷ്ട്രീയ രംഗത്ത് നമുക്ക് കാണുന്നുണ്ടോ? നമ്മൾ അതേക്കുറിച്ച് കൂടെ ഒന്ന് ആലോചിക്കണ്ടേ? സ്വാതന്ത്ര്യ സമരത്തിന്റെ ജ്വലിക്കുന്ന താരം, ബഹുമാന്യരാവുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി, അദ്ദേഹത്തിന്റെ ഭാര്യ കസ്തൂർബ സ്വാതന്ത്ര്യ സമരത്ത് നമ്മൾ കാണുന്നുണ്ടാവും. എന്താണ് സ്വാതന്ത്ര്യം എന്നിടത്തുനിന്നാവണം പരിശുദ്ധ ഇസ്ലാമിൻ്റെയും റസൂൽ തങ്ങളുടെയും സ്ത്രീകളുടെ സ്വാതന്ത്ര്യ നിഷേധത്തെ കുറിച്ച് പഠിക്കാൻ. ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകിയോ? എന്താണ് സ്വാതന്ത്ര്യം എന്ന് കൃത്യമായി നിർവചിക്കുകയും അത് സമ്പൂർണമായി അനുവദിക്കുകയും ചെയ്തു പരിശുദ്ധ മതം.
ഈ സ്വാതന്ത്ര്യം നിഷേധിച്ചു എന്ന് ആരോപിക്കുന്നവരൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി, ഏത് പുരുഷന്റെയും മുന്നിൽ ഏത് സമയത്തും അവരുടെ സൗന്ദര്യം പ്രകടിപ്പിച്ച് അഴിഞ്ഞാടാൻ സമ്മതം കൊടുത്തില്ല എന്നുള്ളതാണ്. സ്ത്രീകളൊക്കെ അഴിഞ്ഞാട്ടക്കാരാണെന്ന് പറഞ്ഞിട്ട് ഈ ഭാഗം മാത്രം ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ആരും പ്രകോപിതരാവണ്ട. ഇന്ന് സ്വാതന്ത്ര്യത്തിന് നിർവചനമായി പലരും പഠിപ്പിക്കുന്ന സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഗതി, അത് സ്ത്രീക്ക് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. സ്ത്രീക്ക് മാത്രമാണോ? പുരുഷനും അനുവദിച്ചിട്ടില്ല. പുരുഷന് നിശ്ചയിച്ച നഗ്നത പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പുരുഷന് അവകാശമല്ല, സ്ത്രീകൾക്കുമില്ല. പുരുഷന് നിശ്ചയിച്ചതായ പരിധികൾക്കപ്പുറം പോകാൻ പുരുഷന് അവകാശമല്ല, സ്ത്രീകൾക്കും സ്വാഭാവികമായിട്ടില്ല. അപ്പൊ തന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ എന്തേ ഒരു പെണ്ണിന് സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. എന്തിനാണ് ഈ സൗന്ദര്യം എന്നുള്ളത് നമ്മൾ ആലോചിക്കണ്ടേ? എന്തിനാ സൗന്ദര്യം? എന്തിനാണ് സൗന്ദര്യം? അന്യലിംഗത്തെ ആകർഷിക്കാൻ വേണ്ടിയാണ് സൗന്ദര്യം. പലവിധ പ്രകൃതിയിലെ പല ജാതി ജന്തുക്കൾ നമ്മൾ പരിശോധിക്കുക. ഇണയെ ആകർഷിക്കാൻ മയിലിന്റെ നൃത്തം ചെയ്യാൻ നല്ല പൂവും വിശാലമായ മയിൽപീലികളും നൽകുന്നു. നല്ല സന്ദർഭത്തിൽ അതിങ്ങനെ നൃത്തം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇണ ആകർഷിച്ച് അടുത്തേക്ക് ചെല്ലുന്നു. പ്രാവിൻ്റെ കഴുത്തിൽ, പ്രത്യേകമായ ആൺപ്രാവിൻ്റെ കഴുത്തിൽ വലിയ തൂവലുകൾ നൽകുന്നു. അതിങ്ങനെ വിറപ്പിച്ചുകൊണ്ട് പ്രാവ് പ്രത്യേകമായ കവിത ചൊല്ലുമ്പോൾ പെൺപ്രാവ് ആകർഷിക്കപ്പെട്ട് അങ്ങോട്ട് ചെല്ലുന്നു. ഇത് പല രീതിയിൽ സമൂഹത്തിൽ മുഴുവനുണ്ട്. മൃഗങ്ങളിലും പക്ഷികളിലും ഇത് കാണുന്നുണ്ട്. മനുഷ്യനും വ്യത്യസ്തമല്ല. എന്തിനാണ് ഈ ലൈംഗികമായ താല്പര്യം വരുന്നത്? ഈ ലൈംഗികത ഒരു ആനന്ദമായി അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാണ്? ഇണയെ ആകർഷിക്കാൻ. എന്തിനാണ് ഇണയെ ആകർഷിക്കുന്നത്? ഈ സ്പീഷീസ് നിലനിൽക്കാൻ. മനുഷ്യവർഗം നിലനിൽക്കണം, മറ്റു ജന്തുക്കളുടെ വർഗങ്ങളും നിലനിൽക്കണം. അപ്പൊ ആത്യന്തികമായ ഒരു വൃത്തികെട്ട പരിപാടിയാണത്, അത് തർക്കൊന്നുമില്ല. എന്നിട്ടും എന്തിനാണ് അതിന് പ്രത്യേകമായ ആകർഷണം കൊടുക്കുന്നത്? പ്രസവത്തിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്തൊരു വേദന സഹിക്കേണ്ട കാര്യമാണത്. സ്ത്രീകൾ ആരെങ്കിലും ഈ ലൈംഗിക ബന്ധം ഇത്രമേൽ ആനന്ദകരമല്ലെങ്കിൽ ഈ പ്രസവം എന്ന് പറയുന്ന അതിൻ്റെ അനുബന്ധത്തിന് തയ്യാറാവുമോ? അതുകൊണ്ട് തന്നെ സെക്സ് ഏറ്റവും കൂടുതൽ ആർക്കാണ് എൻജോയ് ചെയ്യാൻ പറ്റുക എന്ന ചില പഠനങ്ങളുണ്ട്. പുരുഷനേക്കാൾ ഇരട്ടിക്കപ്പുറം സ്ത്രീക്കെന്നാണ് അതിൻ്റെ മറുപടി. ഒരേ സെക്സിൽ തന്നെ വ്യത്യസ്തമായ ഓർഗാസം അനുഭവിക്കാൻ സ്ത്രീക്ക് മാത്രം സാധ്യം. പുരുഷൻ ഒരൊറ്റ പ്രാവശ്യം അത് സംഭവിക്കുന്നതോടുകൂടെ പിന്നെ സെക്സ് അസാധ്യമാകും. എന്തിനാ ഇത്? സെക്സിന്റെ അനുബന്ധമായ ഗർഭധാരണം, പ്രസവം, കുഞ്ഞുങ്ങളെ പോറ്റൽ, ഇതൊക്കെ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത്. സ്വാഭാവികമായും സെക്സ് അനുഭവം, അതിൻ്റെ പ്രത്യേകമായ ആനന്ദം അവർക്ക് കൂടുതൽ ലഭ്യമാവണമെന്ന് ഇവർ ഈ പറയുന്നത് പോലെ നമുക്ക് പ്രകൃതിയിലേക്കെല്ലാം ഏൽപ്പിച്ചാൽ പ്രകൃതി സംവിധാനിച്ചു, തീരുമാനിച്ചു എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ പെണ്ണ് ആണും അവളുടെ സൗന്ദര്യം, അവന്റെ സൗന്ദര്യം ആർക്കാണ് പ്രകടിപ്പിക്കേണ്ടത്? തീർച്ചയായും തന്റെ ഇണയ്ക്ക്. അവിടെ പിന്നെ പരിധികളില്ല, വിലക്കുകളില്ല. വൃത്തികേടെന്ന് മതം പഠിപ്പിച്ച ചില സംഗതികൾ ഒഴിച്ചാൽ മറ്റുള്ളതൊക്കെ അവർക്ക് പരസ്പരം അനുവദനീയമാണ്. ഈ സംഗതി എല്ലാവരുടെയും മുന്നിൽ പ്രകടിപ്പിച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട സ്ത്രീജനങ്ങളെ കാമക്കഴുകന്മാരുടെ മുന്നിൽ അടിമകളായി എറിഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് ഇസ്ലാം സമ്മതിക്കണില്ല. സ്ത്രീ ജീവനക്കാർ നിരന്തരമായി വേണമെന്ന് ഒരു കമ്പനിയുടെ മുതലാളി എന്തിനാ തീരുമാനിക്കുന്നത്? കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ. അതുകൊണ്ട് കസ്റ്റമേഴ്സിനെ ആകർഷിക്കും പറ്റും വിധത്തിലുള്ള വേഷവിധാനങ്ങൾ ആര് നിശ്ചയിച്ചു കൊടുക്കുന്നു? ആണുങ്ങളാകുന്ന മുതലാളി നിശ്ചയിച്ചു കൊടുക്കുന്നു. വല്ല കമ്പനിയുടെയും മുതലാളി പെണ്ണായി വന്നാൽ അവരും ഈ ട്രെൻഡിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. സെയിൽസ് ഗേളിനെ കണ്ട ആള് കയറി വരണം. എന്താ നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചാൽ ഒരു എയർ ഹോസ്റ്റസിന് അവരുടെ കർമ്മം ചെയ്തൂടെ? നിലവാരമുള്ള ജോലിയാണെന്ന് സമൂഹം മനസ്സിലാക്കുന്നു, അത്യാവശ്യം നല്ല ശമ്പളം കൊടുക്കുന്നു.
ഈ സംഭവം ചെയ്യാൻ അത്യാവശ്യം മാന്യമായ ഡ്രസ്സ് ധരിച്ചാൽ എന്താ തകരാറ്? ആ ഒരു പ്രത്യേകമായ ബോക്സ് ഉന്തി കൊണ്ടുപോയിട്ട് ആ ഓരോ യാത്രക്കാരനും ആവശ്യമുള്ള ഫുഡ് കൊടുക്കാൻ മാന്യമായ ഡ്രസ്സ് കൊണ്ട് പറ്റൂലേ? പറ്റും, ഒരു തകരാറുമില്ല. പക്ഷേ അതിലേക്ക് നിരന്തരമായി യാത്രികരെ ആകർഷിക്കണമെങ്കിൽ ഈ സ്ത്രീകൾ സമൂഹത്തിൽ പലർക്കും ആകർഷണം തോന്നുന്ന രീതിയിലുള്ള വസ്ത്രവിധാനങ്ങൾ ധരിക്കണം. ഇവർക്കൊന്നും താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ലത്. നേരെ മറിച്ച് മുതലാളി അങ്ങനെ നിയമം വെക്കുന്നു, എങ്കിലേ ജോലിയിൽ തുടരാൻ പറ്റുള്ളൂ. ഇത് പാടില്ലെന്നും സ്ത്രീ പുരുഷന്മാരുടെ ആകർഷണം ഇണകൾ തമ്മിലാകണമെന്നും അവരുടെ സുരക്ഷയെ കരുതി മതം നിർബന്ധം വയ്ക്കുന്നു. അതോടെ മതം സ്ത്രീവിരുദ്ധാവോ? അതോടുകൂടെ മതം സ്ത്രീവിരുദ്ധാവോ? ഇഷ്ടമുള്ള പുരുഷനോടൊപ്പം കാമിച്ചു നടക്കാനും അവനോടൊപ്പം സെക്സ് നടത്താനും സ്വാതന്ത്ര്യം കിട്ടിയാലേ സ്വാതന്ത്ര്യമാവുള്ളൂ എന്ന് ഒരു സ്ത്രീയെ ആരെങ്കിലും പറഞ്ഞ് പ്രലോഭിപ്പിച്ചാൽ അത് സ്ത്രീക്ക് മാത്രമല്ല നിഷിദ്ധം. ഒരു പുരുഷന് ഇഷ്ടം പോലെ സ്ത്രീകളുമായി രമിച്ചു നടക്കണമെന്ന്, അപ്പോഴല്ലേ എനിക്ക് സ്വാതന്ത്ര്യമുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞ് ഒരു പുരുഷ സംഘടന വന്ന്, ഫെമിനിസം പോലെ ഒരു പുരുഷയിസം വന്ന് അവരെ പറഞ്ഞ് കയറ്റിക്കൊണ്ടിരുന്നാൽ അതാണ് സ്വാതന്ത്ര്യം തീരുമാനിക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അധ്യാപകനെയും വിദ്യാർത്ഥിയെയും കുറിച്ച്. കുട്ടി നന്നാവണം, പഠിക്കണം എന്ന് കരുതി അദ്ദേഹം കൃത്യമായി ചില നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. രാത്രി ഇത്ര മണിയായാൽ പുറത്തു പോകാൻ പാടില്ലെന്ന് പറയുന്നു. അതോടുകൂടെ സ്വാതന്ത്ര്യം നിഷേധിച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? അപ്പൊ സ്വാതന്ത്ര്യം ഇസ്ലാം കൊടുക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് എന്താണ് സ്വാതന്ത്ര്യം എന്നത് നമ്മൾ നിർവചിക്കേണ്ടതുണ്ട്. സർവതന്ത്ര സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിലാണോ? മതം ആർക്കും അത് സമ്മതം കൊടുത്തിട്ടില്ല. ആണിനും പെണ്ണിനൊന്നും അതിൽ വ്യത്യാസമല്ല. ആർക്കും അതിന് സമ്മതം കൊടുത്തിട്ടില്ല. കണ്ട പുരുഷരെയും സ്ത്രീകളെയും ഒക്കെ എതിർലിംഗത്തിലുള്ള ആളുകൾ പ്രേമിച്ചും കാമിച്ചും അവരോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടും നടക്കുമ്പോഴേ സ്വാതന്ത്ര്യമാവുള്ളൂ എന്നാണോ? മതം അതിന് സമ്മതം കൊടുക്കണില്ല. ആണിനും കൊടുക്കണില്ല, പെണ്ണിനും കൊടുക്കുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. സാമൂഹിക വിപത്തുകളെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. കുടുംബപരമായ വലിയ തകർച്ചയെക്കുറിച്ച് തൽക്കാലം ഞാൻ പറയുന്നില്ല. പറയാനുള്ളത് വെടുപ്പായിട്ട് നമുക്ക് പറയാം. ആണിനും പെണ്ണിനും ഇത്തരം സ്വാതന്ത്ര്യം മതം നൽകിയിട്ടേയില്ല. ഇങ്ങനെ സ്വാതന്ത്ര്യം നൽകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാവും, ഇതുവരെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗങ്ങളുണ്ടാകും, മാനസികമായ വലിയ പ്രശ്നങ്ങളുണ്ടാവും, ആത്മഹത്യകളുണ്ടാവും, അവിഹിത ഗർഭങ്ങളുണ്ടാകും, നിരവധിയായ ജാരസന്താനങ്ങളുണ്ടാകും. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതല്ലേ, 40 കോടി താഴെ ജനങ്ങളുള്ള അമേരിക്കയിൽ 4,80,00,000 ജാരസന്താനങ്ങളുണ്ട് എന്നുള്ളത്. സ്വാതന്ത്ര്യം അനുഭവിച്ചതാണ് അവർ. 30% ലണ്ടനിലെ സ്ത്രീകൾക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ്റെ പേരോ നാടോ അഡ്രസ്സോ അറിയില്ല എന്നുള്ളത് സ്വാതന്ത്ര്യം അനുഭവിച്ചതിൻ്റെ ഫലമാണിത്. ഈ കുട്ടിക്ക് സംരക്ഷണം നൽകേണ്ടത് ആരാണ്? ഈ സ്ത്രീ മാത്രം. ഈ കുട്ടികൾക്ക് സംരക്ഷണം നൽകേണ്ടത് സ്ത്രീകളുടെ മാത്രം ബാധ്യത. പുരുഷൻ അവൻ്റെതായ നിർവൃതിയോടുകൂടി അവൻ രക്ഷപ്പെട്ടു. ഇത് പാടില്ലെന്നും ഉത്തരവാദിത്തപ്പെട്ടൊരു ബന്ധത്തിൽ കുട്ടി ജനിക്കണമെന്നും ആ കുട്ടിയുടെ സംരക്ഷണം മാതാവും പിതാവും ഒന്നിച്ചു കൊണ്ടുപോകണമെന്നും മതം പറയുന്നു. അതോടുകൂടെ സ്വാതന്ത്ര്യം കളഞ്ഞു എന്നാണോ? നമ്മൾ ഓരോന്നും വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു, എല്ലാ അർത്ഥത്തിലും അവർക്ക് പഠിക്കാം. ലോകത്തെ ഏറ്റവും ആദ്യമായി യൂണിവേഴ്സിറ്റി സൃഷ്ടിച്ചത് മുസ്ലിം സ്ത്രീയാണെന്ന് മറന്നു പോകരുത്. മൊറോക്കോയിൽ ഇന്നുണ്ടായ യൂണിവേഴ്സിറ്റി, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ യൂണിവേഴ്സിറ്റി. പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്യുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അത് കഴിഞ്ഞാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. മറന്നുപോകരുത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്തതിൽ 2ാം സ്ഥാനം സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിനല്ല, മഹാനായ ഇമാം ജാബിർ തങ്ങൾക്കല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കാണ്. അവരൊരു സ്ത്രീയായിരുന്നു. അപ്പൊ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീകളെ പറഞ്ഞു കയറ്റി എന്നിട്ട് അടിയിൽ കമന്റ് ചെയ്തുക, അല്ലോ ഇങ്ങനത്തെ ഇസ്ലാമിലെ പെണ്ണുങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണോ എന്ന്. ലോകത്ത്
ഇസ്ലാമിനെ മനോഹരമായി ഇഷ്ടപ്പെട്ട് 100% ഇസ്ലാമിനെ പ്രണയിച്ച് അതെൻ്റെ വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണെന്ന ബോധത്തിൽ ഏറ്റെടുത്ത് എന്നാൽ വിവിധ മേഖലകളിൽ വിവിധങ്ങളായ സേവനങ്ങൾ ചെയ്യുന്ന എത്ര വനിതകളുണ്ട് മതം പാലിച്ചുകൊണ്ട് തന്നെ. ഇത് മതം വിലക്കിയതാണോ? അല്ലെങ്കിലും എന്തൊരു തമാശയാണിത്. കേരളത്തിലുള്ള മുസ്ലിം പണ്ഡിതന്മാരെ പലപ്പോഴും എടുക്കുക, എന്നിട്ട് ഒരു പ്രാവശ്യം ഒരാളെ പറ്റി പറയാം, മൂപ്പരാ കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ വിരോധി. പിന്നെ വേറൊരാളെ പറ്റി തന്നെ പറയാം, മൂപ്പരാണ് ഏറ്റവും വലിയ സ്ത്രീ വിരോധി. എങ്ങനെ രണ്ടാളെ ഏറ്റവും വലിയതാവല്? ഈ പറയപ്പെടുന്ന സ്ത്രീ വിരോധികൾക്കൊന്നും ഭാര്യമാരില്ലേ, പെൺകുട്ടികളില്ലേ, സഹോദരിമാരില്ലേ? വിദ്വേഷം കാരണം ഇവരൊന്നും അവരോടൊരു മൈൻഡും ചെയ്യാറില്ലേ? ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഞാൻ വ്യക്തിനിഷ്ടാവും കരുതിയിട്ട് പറയാതിരിക്കുകയാണ്. എൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ കമൻറ്റിലുണ്ട്, എൻ്റെ ഭാര്യയും എൻ്റെ മോളും ഒന്നും ഇതുവരെ സൂര്യപ്രകാശം കണ്ടിട്ടുണ്ടാവില്ല, അവരേതോ ഒരു ഗുഹയിലിട്ട് വളർത്താണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഡ്രൈവ് ചെയ്തത് ഇവരെയും കൊണ്ട് സിയാറത്തിനും വയനാട്ടിലൂടെ ഒക്കെ പോയിട്ട് 299 കിലോമീറ്ററാണ്. ഞാനൊരു ദിവസം ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്തത് അതാണ്. ഇതൊരു വ്യക്തിനിഷ്ഠമായ വർത്താനാണ്, ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരും. അത് പാടില്ലേ? സ്ത്രീകളുമായി സിയാറത്തിന് പോകാൻ പറ്റില്ലേ? സ്ത്രീകളുമായി നാട് കാണാൻ പോകാൻ പറ്റൂലേ? മതം പാലിച്ച്, അതാണ് ഞാൻ പറയുന്നത്. അപ്പത്തിന് സ്വാതന്ത്ര്യം പോയി എന്ന് പറയരുത്. ക്ലാസ്മേറ്റ് ആവുന്ന പുരുഷനോടൊപ്പം പോകണമെന്ന് വാശി പിടിക്കുമ്പോൾ ഇസ്ലാം വേണ്ട എന്ന് പറയും. ആങ്ങളനോടൊപ്പം, അമ്മാവനോടൊപ്പം, ഉപ്പനോടൊപ്പം, വല്യപ്പനോടൊപ്പം, സഹോദരനോടൊപ്പം മതത്തിന്റെ നിയമവശങ്ങൾ പാലിച്ചുകൊണ്ട് ആരെങ്കിലും സ്ത്രീ യാത്ര ചെയ്താൽ, ഏതെങ്കിലും സ്ത്രീ യാത്ര ചെയ്താൽ അപ്പോഴേക്കും മതം ദേ പ്രശ്നമാക്കിയെന്ന് വരുന്നുണ്ടോ? ഇല്ല. നേരെ മറിച്ച് ഒരു കൂട്ടം സ്ത്രീകളും ഒരു കൂട്ടം മന്യപുരുഷരും ഒന്നിച്ച് ടൂർ പോകുമ്പോൾ മതം ഇടപെടേണ്ടി വരും. കാരണം അതുകൊണ്ടുണ്ടാകുന്ന പൊല്ലാപ്പ് സ്ത്രീക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരിക്കും. ഞങ്ങൾ ഫുൾ സേഫാന്ന് പറയാം. പെണ്ണിന്റെ സൗന്ദര്യം പോലും അന്യന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്നതാണ് എല്ലാ ധർമ്മ സംഹിതകളുടെയും പ്രഖ്യാപനം, ഇസ്ലാമായിട്ടല്ല. അപ്പൊ ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട, എന്നെ ശ്രവിക്കുന്ന സ്ത്രീജനങ്ങൾ കേട്ട് മനസ്സിലാക്കേണ്ടത്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം മനുഷ്യന്, സ്ത്രീക്ക് പ്രത്യേകിച്ച് നൽകിയത് ഇസ്ലാമാണ്. പക്ഷേ സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന നാശത്തിന്റെ ഏർപ്പാട് മതം സ്ത്രീക്കോ പുരുഷനോ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വസ്ത്രത്തിൽ ചില ഇളവുകൾ ഉണ്ടാവും. കാരണം കാര്യമായ രീതിയിൽ ജോലി ചെയ്യേണ്ടത് അവനാണ്, പുറത്തിറങ്ങി പ്രവർത്തിക്കേണ്ടത് അവനാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വീട്ടിൽ 100% അവളുടേതായ ആസ്വാദകളുമായി ജീവിക്കുന്നതിനൊരു വിലക്കും അത് ഏർപ്പെടുത്തുന്നില്ല. നേരെ മറിച്ച് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചെലവ് സമ്പാദിക്കുന്നില്ലെങ്കിൽ, ഭാര്യയ്ക്കും മക്കൾക്കും ആവശ്യമായ ഭൗതികമായ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ലെങ്കിൽ, വിദ്യാഭ്യാസത്തിന് പണം ഉണ്ടാക്കുന്നില്ലെങ്കിൽ മതം ചോദ്യം ചെയ്യും. അതുകൊണ്ട് പുരുഷന് ജോലിക്ക് പോവേണ്ടി വരും. കഠിനമായ ജോലികൾ ചെയ്യുക എന്നത് പുരുഷന്റെ ശരീരത്തോട് യോജിച്ചതാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ വഴങ്ങൂല. അപൂർവമായി പല സ്ത്രീകളും ഉണ്ടാവും. അപൂർവതയെ പൊതുനയമാക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകാൻ പുരുഷൻ നിർബന്ധിതനാകുമ്പോൾ അവൻ്റെ വേഷവിധാനങ്ങളിൽ സമ്പൂർണത സംവിധാനിക്കാൻ ഈ ജോലി എന്നതുകൊണ്ട് തന്നെ പ്രയാസം ഉണ്ടാകും. സ്ത്രീയുടെ ശരീരം അങ്ങനെയല്ല, കഠിനമായ ജോലിക്ക് പാകപ്പെട്ടതല്ല. അത് പരമാവധിക്കപ്പുറം മൃദുവാണ്. അങ്ങനെ ആയിരിക്കണം. സ്ത്രീയുടെ മാനസികാവസ്ഥ പുരുഷന്റെ അത്ര കഠിനമല്ല. ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ സ്ത്രീകൾ മുഖം പൊത്തി കരയാണ് പതിവ്. പുരുഷനാണെങ്കിൽ അത് കണ്ട് എന്തൊക്കെയാ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണമായിരിക്കും ചെയ്യാം. ഒരാള് ഉപദ്രവിക്കാൻ വന്നാൽ പുരുഷൻ അറ്റാക്ക് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. സ്ത്രീ പരമാവധിക്കപ്പുറം ഓടി ഒളിക്കാനോ വിധേയപ്പെടാനോ ആയിരിക്കും ശ്രമിക്കുക.
അത് ഏതെങ്കിലും വിരുദ്ധരായ സ്ത്രീകളില്ല എന്നല്ല, ഇത്തരം സ്ത്രൈണ സ്വഭാവമുള്ള പുരുഷരും ഇല്ല എന്നല്ല, നേരെ മറിച്ച് പൊതുവെ ഇങ്ങനെയാണ് നിയമം. അതുകൊണ്ട് തന്നെ സ്ത്രീ കുറച്ചുകൂടെ പവിത്രയാണ്, കുറച്ചുകൂടെ സംരക്ഷണം അർഹിക്കുന്നവളാണ്. അതുകൊണ്ട് സ്ത്രീയെ പരിശുദ്ധ ഇസ്ലാം വളരെ സുരക്ഷിതമായ രീതിയിൽ സംരക്ഷിക്കുന്നു. പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു മഹത്തായ കർമ്മല്ലേ. ഈ സമൂഹം നിലനിന്ന് പോകാൻ അത് നിർബന്ധമാണ്. പുരുഷൻ എത്ര ശ്രമിച്ചാലും അത് സാധ്യമല്ല. അത് സ്ത്രീക്കേ പറ്റൂ. തെറ്റിദ്ധരിപ്പിക്കരുത്. സ്ത്രീയെ പ്രസവിക്കാനേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പണ്ട് ശൈഖുന കാന്തപുര ഉസ്താദ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ സ്ത്രീയെ പ്രസവിക്കാനേ പറ്റൂ എന്നും പറഞ്ഞ് വൻകിട മുത്തശ്ശി പത്രങ്ങൾ പോലും വിവാദം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പ്രസവിക്കാൻ സ്ത്രീക്കേ പറ്റൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഊന്നലും മാറരുത്. പുരുഷൻ എന്തൊക്കെ മെനക്കെട്ടിട്ട് എന്താ കാര്യം? ഇപ്പൊ നിലവിൽ ഈ സർജറി ഒക്കെ നടത്തിയിട്ട് പുരുഷൻ പെണ്ണാവാറുണ്ടല്ലോ. അവർക്ക് പ്രസവിക്കാൻ പറ്റൂ? ഇല്ല, പ്രസവിക്കാൻ പറ്റില്ല. വേറെ എന്തൊക്കെ പ്രകടമായ രീതിയിൽ സ്ത്രീയുടെ രൂപത്തിലേക്ക് മാറാൻ പറ്റും, പ്രസവിക്കാൻ പറ്റില്ല. അത് സ്ത്രീക്കേ പറ്റൂ. ആ ഒരു ധർമ്മം അവർ നിർവഹിക്കണം. ഗർഭകാലത്ത് അവൾക്ക് ജോലിക്ക് പോകാൻ നിർബന്ധിപ്പിക്കാൻ പറ്റും. പ്രസവം കഴിഞ്ഞ ഉടനെ ശാരീരികമായ അവശതകൾ ഉണ്ടാകുമ്പോൾ അവൾ ജോലിക്ക് പോകണമെന്ന് നിർബന്ധം വെക്കാൻ പറ്റുമോ? ആണും പെണ്ണും ഒരുപോലെ അധ്വാനിക്കട്ടെ എന്ന് പുതിയ കാലത്ത് ആരൊക്കെയോ പറഞ്ഞ് ഈ സ്ത്രീകളെ പീഡിപ്പിക്കുമ്പോൾ അത് പാടില്ലെന്നും അവർക്ക് പലപ്പോഴും റെസ്റ്റ് വേണ്ടി വരുമെന്നും കഠിനമായ ജോലിക്ക് അവരുടെ ശരീരം പാകമല്ലെന്നും ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത് മതം പറയുമ്പോൾ അവരെ അവഗണിച്ചു എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായ വിവാദം. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്ന് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് റൂമിലെ 21-ാമത്തെ വാക്യം, മനുഷ്യനെ കുടുംബപരമായ ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയണ ആ ഭാഗയെന്ന് ഉപയോഗിക്കണില്ല കേട്ടോ. വസ്തുത അതാണെന്ന് 100% നമുക്കൊക്കെ ബോധ്യമാണ്. ഇവരൊക്കെ പറയുന്നത് പ്രകാരം പ്രകൃതിപരമായി പരിണാമപരമായി പുരുഷനും സ്ത്രീയും രൂപപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. പരിണാമപരമായി പുരുഷനും സ്ത്രീയും രൂപപ്പെട്ടു എന്ന് സങ്കല്പിക്കുക ഇവർ പറയുന്നത് പ്രകാരം. എന്നാൽ പുരുഷൻ ചെയ്യുന്ന എല്ലാ മേഖലയിലും വളഞ്ഞ് വ്യാപിക്കേണ്ടവരാണ് സ്ത്രീയെങ്കിൽ പുരുഷന്റെ മാനസിക ശാരീരിക പ്രകൃതം പരിണാമപരമായി സ്ത്രീക്കും വരണ്ടേ? അല്ലെങ്കിൽ സ്ത്രീ ചെയ്യുന്ന എല്ലാ പരിപാടികളും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പുരുഷനെങ്കിൽ സ്ത്രീയുടെ ആ രീതിയിലുള്ള അവസ്ഥയും ശാരീരികമായ സോഫ്റ്റ്നെസ്സും ശാരീരികമായിട്ടുള്ള അവസ്ഥകളും പുരുഷന് വരണ്ടേ? ഇല്ല, രണ്ടും വ്യത്യസ്തമാണ്. പൂവൻകോഴിയും പടക്കോഴിയും ഒന്നല്ല. ആൺമാനും പെൺമാനും വലിയ വ്യത്യാസമുണ്ട്. ആൺമാന്റെ കൊമ്പ് പടർന്നു പിടിച്ചടിക്കും, പെൺമാനെ കണ്ട ആട്ടുംകുട്ടിയാൻ തോന്നും. ആൺമയിലും പെൺമയിലും ഒരുപോലെയല്ല. ആണാനയും പെണ്ണാനയും ഒന്നല്ല. പശുവും മൂരിയും ഒരേ മോഡലല്ല. ഇത് പ്രകൃതി അങ്ങനെ സംവിധാനിച്ചു, പരിണാമപരമായി അങ്ങനെ ആയി എന്ന് സങ്കല്പിക്കുക. എന്തുകൊണ്ടാണ് പരിണാമത്തിൽ അങ്ങനെ വന്നത്? സ്ത്രീ ഇങ്ങനെ ആവണം എന്നതുകൊണ്ട്, പുരുഷൻ ഇങ്ങനെ ആയിക്കൂടാ എന്നതുകൊണ്ട്. ഈ പ്രകൃതിയുടെ രീതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തി രണ്ടുപേരും ഒരേപോലെയാണെന്ന് പറഞ്ഞു പ്രലോഭിപ്പിച്ചത് കൊണ്ട് എങ്ങനെ ഇത് ശരിയാവുക? മതം വസ്തുതയോടൊപ്പം നിൽക്കുന്നു. ഈ രണ്ട് വ്യത്യാസങ്ങളെയും മതം അംഗീകരിക്കുന്നു. രണ്ടു പേർക്കും സംഗതമായ രീതിയും നിയമവും മതം സംവിധാനിച്ചു തന്നിരിക്കുന്നു. അപ്പോ ഇസ്ലാം സ്ത്രീവിരുദ്ധം എന്ന് പറയാൻ പറ്റുമോ? എന്താ പുരുഷവിരുദ്ധം എന്ന് പറഞ്ഞൂടെ? ഇസ്ലാമിനെ കുറിച്ച് ജോലിയൊക്കെ പുരുഷനെ ഏൽപ്പിച്ചു. പുരുഷവിരുദ്ധം. മക്കളെയും പെണ്ണുങ്ങളെയും സംരക്ഷിക്കേണ്ട എല്ലാ ബാധ്യതയും പുരുഷന്. അതുകൊണ്ട് ഇസ്ലാം പുരുഷവിരുദ്ധം. സ്ത്രീക്കും കൂടെ അത് കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പലപ്പോഴും ചില ആളുകളൊക്കെ പ്രഖ്യാപിക്കുന്നത് പോലെ ഒരു പുരുഷ സംഘടന രൂപപ്പെട്ടിട്ട് അവരിവിധം പറഞ്ഞാൽ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞല്ലോ, പ്രകൃതിപരമായി പരിണാമപരമായി എന്തിനാ പുരുഷവർഗം ഈ രീതിയിലും സ്ത്രീവർഗം മറ്റൊരു രീതിയിലും സംവിധാനിക്കപ്പെട്ടത്? അതിന് രണ്ടിൻ്റെതായ ധർമ്മമുണ്ട് എന്നതുകൊണ്ട് മാത്രം. അതിൽ നിന്ന് അവരെ മാറ്റാൻ ശ്രമിക്കുന്നോ അത് പ്രകൃതിപരമായി ദുരന്തം സൃഷ്ടിച്ചിട്ടുണ്ട്. ലോകം ഇന്നത് അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാ ഉസ്താദുമാരും സ്ത്രീ വിരുദ്ധരാണ്.
സ്ത്രീകളോട് ഏറ്റവും കൂടുതൽ ആർദ്രത പുലർത്തുന്നത് കൊണ്ടാണ് സ്ത്രീയെ നൈസർഗികമായി ജീവിക്കാൻ വിടണമെന്ന് ഉസ്താദുമാർ പറയുന്നത്. പുരുഷനെ പുരുഷനായി കാണുന്നത് കൊണ്ടാണ് പുരുഷനെ പുരുഷന്റെ രീതിക്ക് തന്നെ അനുവാദം നൽകണമെന്ന് മതം നിശ്ചയിച്ചത്. ഇതിന് വിരുദ്ധമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ പ്രകൃതിയുടെ നിയമം പറയുന്ന ഉസ്താദുമാരെല്ലാവരെയും പിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് പറയും. എന്താ ഇത് വെള്ളരിക്ക പട്ടണമാണോ? ലോകത്തെ ഇതുവരെയുള്ള ചരിത്രം മൊത്തം പരിശോധിക്കൂ. വിരലിലെണ്ണാവുന്ന സ്ത്രീജനങ്ങളെ മാറ്റി നിർത്തിയാൽ ലോകത്ത് നടന്ന എല്ലാ വിപ്ലവത്തിന്റെയും നെടുനായകത്വം പുരുഷനായിരുന്നു. എല്ലാ വിപ്ലവവും നീതിപൂർണ്ണമായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല, വാദമില്ല അങ്ങനെ. പക്ഷെ അതിനൊക്കെ മുന്നിൽ നിന്ന് നയിച്ചത് പുരുഷനായിരുന്നു. അന്ന് ഫെമിനിസം രൂപപ്പെട്ടിട്ടില്ല. അന്ന് സ്ത്രീയും പുരുഷനും വ്യത്യസ്ത ദന്തങ്ങളല്ല, എല്ലാം ഒന്നാണെന്നുള്ള രൂപയിലുള്ള വാദങ്ങളൊന്നും വന്നിട്ടില്ല. തോൽപ്പിക്കേണ്ട ആവശ്യവും വന്നില്ലായിരുന്നു ഏതെങ്കിലും ഒരു വർഗത്തെ. പക്ഷെ പ്രകൃതിപരമായി അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ സമത്വം, സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട സ്ത്രീകളെ ദുരന്തത്തിലേക്കും അടിമത്തത്തിലേക്കും നോക്കുങ്ങള്. സ്വന്തം ഔറത്ത്, ശരീരം, നഗ്നത മറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാതെ പീഡിപ്പിക്കുന്നു. എന്നിട്ട് എല്ലാ പുരുഷന്റെയും മുമ്പിൽ നിന്റെ സൗന്ദര്യം, ആകാര സൗഷ്ഠവം, നിന്റെ ശരീരത്തിന്റെ ആകർഷണീയത പ്രകടിപ്പിച്ച് നടക്കണമെന്ന അടിമത്തത്തിലേക്ക് ഈ സ്ത്രീകളെ ഇവരെല്ലാവരും കൂടെ പറഞ്ഞു കൊണ്ടുപോകുന്നു. പ്രണയത്തെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? എങ്ങനെയെങ്കിലുമൊക്കെ അതൊന്ന് ഒപ്പിക്കാലോ എന്ന് കരുതിയിട്ട്. പെൺകുട്ടികളുടെ ശക്തനായ വിരോധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ ഒരു പെൺകുട്ടികൾ കുറേ കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് അവർക്ക് ഏറ്റവും ദോഷമാവുന്ന പ്രണയത്തെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചതിനെ അലക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളത്ര സ്ത്രീവിരോധികളല്ല എന്നതിന് തെളിവാണ് അവർ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എതിർക്കാതെ വിട്ടത്. എന്നിട്ട് പറയും കുട്ടികൾ എന്തൊക്കെ പറഞ്ഞു, അതിൽ നിന്ന് ഇതുമാത്രം അടർത്തിയെടുത്തിരിക്കുന്നു. അതുമാത്രമായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത്. പ്രണയിച്ച് ഓടിപ്പോയവരെ കുറിച്ചുള്ള വനിതാ മാസികയിലെ ദീർഘമായ ലേഖനം ഞാൻ അതിൽ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറയണില്ല അതേക്കുറിച്ച്. ഈ രംഗത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആവുന്ന ഡോക്ടർ മാത്യു വല്ലൂരിന്റെ പല പുസ്തകങ്ങൾ ഞാൻ അതേക്കുറിച്ച് ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. പ്രണയം കൊണ്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഏറ്റവും പുതിയ ഗ്രന്ഥം വരെ ഞാൻ ഉദ്ധരിച്ചിരുന്നു, ദൈവത്തിന്റെ ചാരന്മാർ എന്ന് പറയുന്ന പുസ്തകം. ഒരക്ഷരം ഉണ്ടെന്നില്ല. എൻ്റെ സൈക്കോളജി അനുഭവങ്ങൾ എന്ന പേരിൽ സ്ത്രീയാവുന്ന ഡോക്ടർ തന്നെ എഴുതിയ പുസ്തകത്തിലെ പ്രണയത്തിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഒരക്ഷരം പറഞ്ഞില്ല. പിന്നെ എന്ത് പറഞ്ഞു? കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ ആള് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് കാര്യമുണ്ടോ? പ്രണയിച്ചു പോയ പെൺകുട്ടികളൊക്കെ മനോഹരമായി ജീവിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് പഠിക്കണ്ടേ? അപൂർവത്തിൽ അപൂർവമായി രണ്ടുപേർക്ക് ഉദ്യോഗം ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അങ്ങനെ അഭിനയിക്കുന്നുണ്ടാവും. എന്തുകൊണ്ട്? പ്രണയത്തിന്റെ ഹോർമോൺ 1.5 മുതൽ 2 വർഷം വരെയാണ് സജീവമായിട്ട് നിലനിൽക്കുക. അത് കഴിഞ്ഞാൽ അത് നശിച്ചു പോവും. പിന്നെ പണ്ടത്തെ ലോക്യവും ആശ്വാസമൊക്കെ നശിച്ചില്ലാണ്ടാകും. പിന്നെ നഷ്ടബോധങ്ങളെ കുറിച്ചുള്ള ചിന്ത വരും. പിന്നീട് എല്ലാ ബന്ധങ്ങളും പ്രണയബന്ധങ്ങൾ തകർച്ചയിലേക്ക് എത്തിച്ചേരും. ആത്മഹത്യകൾ സംഭവിക്കും. കുഞ്ഞു കുഞ്ഞു മക്കളെ കൊന്നൊടുക്കിയിട്ട് രണ്ടുപേരും ആത്മഹത്യ ചെയ്യും. ഇത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരന്തമാണെന്ന് പറയാൻ പാടില്ലേ? അല്ല, ഇവരൊക്കെ കരുതിയ പോലെ എല്ലാവരും ഇഷ്ടമുള്ളവരോടൊപ്പം നടന്ന് പ്രണയിച്ചോളൂ, കാമിച്ചോളൂ എന്ന് പറയണോ നമ്മളെല്ലാവരും? പുതിയ കാലത്തെ ചില വാർപ്പ് മാതൃകകൾ അങ്ങനെയാണ്. പെൺകുട്ടികൾക്ക് ഇത് ദോഷം ചെയ്യുമെന്ന് അവരോട് പറയാൻ പാടില്ല എന്ന് ശടിക്കാണ് ചില ആളുകൾ. ചാടിച്ചു കൊണ്ടുപോയിട്ട് അവരെ വേശ്യത്തെരുവുകളിൽ വിറ്റുകൊണ്ടിരിക്കുന്നു എന്ന് എൻ്റെ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്. സ്ത്രീപക്ഷ പ്രസിദ്ധീകരണമാവുന്ന വനിതയിൽ നിന്ന് ഉദ്ധരിച്ചതാണ്. അന്നത്തെ വലിയ പോലീസ് ഓഫീസർമാരുടെ റിപ്പോർട്ടാണ്. ചാടിച്ചു കൊണ്ടുപോകുന്ന പെൺകുട്ടികളിൽ മഹാഭൂരിപക്ഷത്തെ കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ലാന്ന്. റെയിൽവേയിലും മറ്റും കാണുന്ന അബദ്ധങ്ങൾ ഇതാണോന്ന് അന്വേഷിക്കണമെന്ന് വനിത ചർച്ച ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാം, അതുമാത്രം അടർത്തിയെടുത്തിട്ട് മുസ്ലിയാർ സ്ത്രീ വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന്.
മുസ്ലിയാർ സ്ത്രീ വിരുദ്ധനായതുകൊണ്ടല്ല, സ്ത്രീകൾ മാന്യമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. എവിടെ സ്ത്രീ വിരുദ്ധത? എവിടെ സ്ത്രീ വിരുദ്ധത? ഇസ്ലാം പഠിച്ച ഒരാൾക്ക് എങ്ങനെ സ്ത്രീ വിരുദ്ധനാവുക? ഭക്ഷണം മറ്റും വാങ്ങിക്കൊണ്ടുവന്നാൽ നിന്റെ പെൺമക്കൾക്ക് കൂടുതൽ നൽകണമെന്നതിനെ കുറിച്ച് ഹദീസ് സുലഭമായി ഉദ്ധരിച്ച് ഇമാം ഗസാലി ചർച്ച ചെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് ഭക്ഷണം മറ്റും വാങ്ങിച്ചു കൊണ്ടുവന്നാൽ, പ്രത്യേകിച്ച് സ്പെഷ്യൽ ഫുഡുകൾ മേടിച്ചു കൊണ്ടുവന്നാൽ പെൺകുട്ടികൾക്കാണ് മൂപ്പോരി കൊടുക്കേണ്ടത്. സാധാരണഗതിയിൽ ചിലപ്പോൾ ആണൊക്കെ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിലാണ് പെൺകുട്ടികൾക്ക് കിട്ടുക. ഇസ്ലാം അറിയുന്നൊരു വീട്ടിൽ അത് സംഭവിക്കില്ല. എന്തുകൊണ്ട്? ആൺകുട്ടിക്ക് പുറത്തിറങ്ങിയാലും മറ്റു പലതും കിട്ടാൻ സാധ്യതയുണ്ട്. അവന് പുറത്തിറങ്ങാനുള്ള നിരവധിയായ അവസരങ്ങളുണ്ട്. പെൺകുട്ടികൾക്ക് നമ്മൾ കൊണ്ടുവരുന്നതേ മിക്കവാറും ഉണ്ടാവൂ. അതുകൊണ്ട് മൂത്ത ഒരു പെൺകുട്ടികൾക്ക് കൊടുക്കണമെന്ന ഇമാമുന ഗസാലി തങ്ങളുടെ വിശദീകരണം വായിച്ച ഒരാൾക്ക് എങ്ങനെ സ്ത്രീ വിരുദ്ധനാകാൻ പറ്റും? എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധനാവാൻ പറ്റുക? അപ്പൊ ഈ സ്വാതന്ത്ര്യം എന്ത് എന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി നിർവചിക്കണമെന്ന് വിമർശകരോടും ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരോടും ഓർമ്മപ്പെടുത്താണ്. പ്രധാനമായി പ്രാവശ്യമൊക്കെ ഉദ്ധരിക്കപ്പെട്ടൊരു സംഗതി ഈ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പച്ചക്ക് പരിഹസിച്ച് ചില മുസ്ലിം പേരുള്ള എക്സുകൾ നിരന്തരമായി പറയുന്ന ക്ലിപ്പുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെയാകുമ്പോഴേ ഇവർ എക്സ് ആവുള്ളൂ എന്നുള്ള ബോധമുള്ളത് കൊണ്ട്. അങ്ങനെ ആവുമ്പോഴേ ഇവർ എക്സ് ആവുള്ളൂ, അതാണ് അതിൻ്റെ ബോധം. എക്സ് MLA എന്ന് പറഞ്ഞാൽ MLA അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. MLA ഒപ്പിട്ട് ഒപ്പ് പിന്നെ മൂപ്പരിടാൻ പറ്റൂല. എൻ്റെ ഒപ്പുപ്പാക്കർ ആരുണ്ടായിരുന്നു, പണ്ട് ഞാൻ MLA ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടാൽ അത് സ്വീകാര്യമല്ല. എക്സ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ പണ്ട് മൂപ്പര് നല്ല ഉഷാറുണ്ടായിരുന്നു, ഇപ്പൊ മൂപ്പര് ഉഷാറല്ല എന്ന് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടല്ലേ കേരളത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് എക്സ് IPS ഓഫീസർ അവരുടെ പേരിന് പിറകിൽ IPS എന്ന് എഴുതിയതിനെ കോടതി ഒഴിവാക്കിയത്? കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒഴിവാക്കിയത്. അത് ചേർക്കാൻ പാടില്ല എന്ന്. അവർ IPS ആയപ്പോൾ വളരെ ഉഷാറായിരുന്നു, ഇപ്പൊ IPS അല്ല എന്ന് അതിൻ്റെ അർത്ഥം. പിന്നെ പാർട്ടിക്കാർ ചിലയിടത്തൊക്കെ എക്സ് എന്ന് ചേർത്തിട്ട് IPS എന്ന് എഴുതിയെന്നാണ്, എന്ന് വെച്ചാൽ IPS അല്ല എന്നർത്ഥം. അപ്പം നല്ല മനോഹരമായ സംവിധാനത്തിൽ ജീവിച്ചു പോയിരുന്നു, ഇപ്പം എക്സായി. അങ്ങനെ ആവുമ്പോൾ അവർ റസൂലിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്കതിൽ പ്രത്യേകിച്ചൊരു കൗതുകം തോന്നണില്ല. പക്ഷെ പറയുന്ന ആളുകൾ ഈ പരിസരത്തെക്കുറിച്ചുള്ളൊരു ബോധമെങ്കിലും വേണ്ടേ? എന്തായിരുന്നു ഇന്ത്യയിലെ കല്യാണം കഴിക്കുന്നതിൻ്റെ നിയമം? ബ്രിട്ടീഷുകാർ 10-ാം വയസ്സിലെ പെൺകുട്ടികളെ കെട്ടിക്കാൻ പാടുള്ളൂ എന്ന ആദ്യത്തെ പെൺകുട്ടികളുടെ വിവാഹ സംബന്ധിയായ വയസ്സ് പറയുന്ന നിയമം കൊണ്ടുവന്നപ്പോൾ ബാലഗംഗാധര തിലകനടക്കം അതിനെതിരെ സമരം ചെയ്തു. ഹിന്ദു സമൂഹത്തെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞു. ഹിന്ദു സമൂഹത്തെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം എത്ര പ്രഗത്ഭനാണ്! അദ്ദേഹം അതിനെതിരെ സമരം ചെയ്തു. ഏത് കാലത്ത്? ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത്, 6-ാം നൂറ്റാണ്ടിലൊന്നുമല്ല. അവിടെ നിന്നിട്ട് നമ്മളോട് പോരണം. നമ്മളൊക്കെ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന കുറേ ഭൗതികരാകുന്ന നമ്മുടെ നേതാക്കളെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം, പഠിക്കണം. അവരുടെ കല്യാണത്തെക്കുറിച്ചൊക്കെ നമുക്കൊരു ബോധം വേണം. അങ്ങനെ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈയിടെ പോലും വളരെ വൃത്തികെട്ട രീതിയിൽ 9-ാം വയസ്സിൽ ആയിഷ ബീവിയുമായി ദാമ്പത്യ ജീവിതം തുടങ്ങിയതിനെ പച്ചക്ക് തെറി പറഞ്ഞിട്ട്, അല്ലോ ആ ഒരു പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ആ എക്സുകാരൻ പറയുന്നത് ഏതോ ഒരു ഉസ്താദിനെ കുറിച്ച്, അയാൾ സ്ത്രീകളെ കുറിച്ച് തെറിയേ പറയുള്ളൂ. ഒരെണ്ണം അയാൾക്ക് ഉദ്ധരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്താ അയാൾ ഉദ്ദേശിച്ച തെറി? സ്ത്രീകൾ മാന്യമായി ജീവിക്കണം എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊക്കെ ഈ ചങ്ങാതി പറയുന്ന പച്ചത്തെറിക്കൊരു കണക്കില്ല. എന്താ കാര്യം? റസൂലുള്ളാഹി ആയിഷ ബീവിയോടൊപ്പം ഈ 9-ാം വയസ്സിൽ കുടുംബജീവിതം ആരംഭിച്ചു എന്നുള്ളത്. നമുക്ക് ചില കഥകൾ അങ്ങനെ പറയണം. വാൽമീകി രാമായണത്തിലെ ശ്ലോകങ്ങൾ പ്രകാരം അയോധ്യ വിട്ടുപോകുന്ന സമയത്ത് രാമന് 25 വയസ്സും സീതക്ക് 18 വയസ്സുമായിരുന്നു. ഓക്കെ, അവര് 12 വർഷം അയോധ്യയിൽ ജീവിച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ടാണ് വിട്ടുപോകുന്നത്. അപ്പൊ സീതയുടെ 18 വയസ്സിൽ നിന്ന് 12 വയസ്സ് കുറച്ചാൽ
രാമൻ കല്യാണം കഴിക്കുന്ന കാലത്ത് സീതാദേവിക്ക് 5-5.5 വയസ്സാണ് പ്രായം. എന്നിട്ട് പച്ചക്കാരെങ്കിലും തെറി പറയുന്നുണ്ടോ? ശ്രീരാമന് തെറി പറയണം എന്നല്ല നമ്മൾ പറയണത്. അന്യമതക്കാർ ആരാധിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ മോശമാക്കി പറയരുത് എന്ന് ഖുർആൻ കർശനമായി മുസ്ലിങ്ങളോട് പറയുന്നുണ്ട്. പക്ഷെ 9 വയസ്സ്, 5 വയസ്സിൽ നിന്ന് 9ലേക്ക് എത്താൻ 4 വയസ്സ് കഴിയണം. ഇനിയും ചില ആളുകളുടെ കണക്ക് നമുക്ക് പറയാം. രവീന്ദ്രനാഥ ടാഗോർ, നമ്മുടെ ദേശീയ ഗാനം പോലും അദ്ദേഹമാണ് ചിട്ടപ്പെടുത്തിയത്. അദ്ദേഹത്തിന് 22 വയസ്സുള്ളപ്പോൾ 9 വയസ്സുള്ള മൃണാളിനി ദേവിയെ അദ്ദേഹം കല്യാണം കഴിക്കുന്നു. 9 വയസ്സ്. നമ്മുടെ ഭരണഘടന നിർമ്മിച്ച ഭീംറാവു അംബേദ്കർ, അദ്ദേഹത്തിന് 15 വയസ്സുള്ളപ്പോൾ 8 വയസ്സുള്ള രമാബായിയെ അദ്ദേഹം കല്യാണം കഴിക്കുന്നു. രമാബായി ഭീംറാവുവിനെ അംബേദ്കർ കല്യാണം കഴിക്കുന്നു. എന്നുവെച്ചാൽ അംബേദ്കറിന്റെ ഭാര്യയ്ക്ക് 8 വയസ്സായിരുന്നു പ്രായം. ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിലെ വല്ലഭനാകുന്ന ശ്രീനിവാസ രാമാനുജൻ അദ്ദേഹത്തിന്റെ ഭാര്യയാകുന്ന ജാനകി അമ്മാളിനെ കല്യാണം കഴിക്കുമ്പോൾ ജാനകി അമ്മാളിന് 10 വയസ്സായിരുന്നു പ്രായം. 1899 ജാനകി അമ്മാൾ ജനിക്കുന്നത്. കല്യാണം നടക്കുന്ന 1909. ഇതൊന്നും 2 സംഗതികളൊന്നുമല്ല. ബൈബിൾ അനുസരിച്ച് 3 വയസ്സാണ് കുട്ടിയുടെ കല്യാണ പ്രായം, പെൺകുട്ടിയുടെ. എല്ലാവരും ചെറിയ കുട്ടികളെ കെട്ടിക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൂടി നോക്കേണ്ടത് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 വയസ്സിൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നു. എന്നിട്ട് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വർഷം അവരെ കൂട്ടിക്കൊണ്ടു പോകാതിരിക്കുന്നു. പിതാവാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പലപ്പോഴും പിറകെ നടക്കുന്നുണ്ട്, ഐഷുവിനെ കൊണ്ടുവന്നില്ല എന്ന് വെച്ചിട്ട്. ഐഷാബിയുടെ ഉമ്മയാകുന്ന ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹയ്ക്ക് ഈ കല്യാണം നടത്തുന്നിടം മുതൽ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. അവരൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണത്തോട് നീരസം പറഞ്ഞിട്ടില്ല. എന്നല്ല, സിദ്ദീഖ് തങ്ങളുടെ പിറകെ നടന്നത്, കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് ഉമ്മു റൂമാനായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നില്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ മുന്നേ മുത്അമിൻ്റെ മകനുമായി ആയിഷ ബീവിയുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കല്യാണം കഴിച്ചിരുന്നെങ്കിൽ 6-ാം വയസ്സിൽ ആയിഷ ബി ഭാര്യയായിട്ട് പോകുമായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ കല്യാണം ആലോചിക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ ഉമ്മു റൂമാൻ, നിങ്ങൾ ആ മുത്തഅമിൻ്റെ മോനെ കൊണ്ടൊന്നും കെട്ടിക്കേണ്ട, നബി തങ്ങളുണ്ട്, കല്യാണം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് സിദ്ദീഖ് തങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ എന്നും സത്യസന്ധനായിരുന്ന സിദ്ദീഖ് തങ്ങൾ ഇയാളുടെ വീട്ടിൽ പോകണുണ്ട്, മുത്തഅമിൻ്റെ വീട്ടിൽ. ഞങ്ങൾ പുതിയൊരു അന്വേഷണം കിട്ടിയിട്ടുണ്ട്, ഇത് ഉറപ്പിക്കണുണ്ടോ, എന്നാ കല്യാണം നടത്താമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് പറയണത്, ഇല്ല, നിങ്ങൾ വേറെ ആൾക്ക് കെട്ടിച്ചു കൊടുത്തോളൂ. ആ ധൈര്യം വാങ്ങിയിട്ടാണ് ഹബീബായ റസൂൽ തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. നബി അന്ന് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം കെട്ടുമായിരുന്നു എന്നർത്ഥം. റസൂലുള്ളാഹി തങ്ങളെ ഏതൊക്കെ രീതിയിൽ ആക്ഷേപിച്ചു അന്നത്തെ ശത്രുക്കൾ. സൂറത്തു അൽ ഫുർഖാനിന്റെ 7-ാമത്തെ വചനം, മാലിഹാദർ റസൂൽ യഅ്കുലു തഅമ യംശി ഫിൽ അസ്വാഖ്. ഇതെന്ത് നബിയാണ്, അങ്ങാടി കൂടി നടക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇത്ര പോലും ആരോപിച്ച അവർ ഇതേ 9 വയസ്സുള്ള ആയിഷ ബീവിയോടൊപ്പം കല്യാണം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞോ? ഇല്ലായിരുന്നു. അപ്പൊ എല്ലാരെയും ചെറുപ്പത്തിലെ പിടിച്ച് കെട്ടിക്കണം എന്നാണ് ഇസ്ലാമിന്റെ മസല. നമുക്ക് ചർച്ച ചെയ്യാം. മഹാനായ ഇമാമുനാ നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷറഹ് മുസ്ലിമിൽ നിക്കാഹിന്റെ ബാബിൽ പ്രത്യേകമായി കാര്യം ചർച്ച ചെയ്യുന്നിടത്ത് മഹാനുഭാവൻ പറയുന്ന ഒരു സംഗതി, അത് കുറേയേറെ വായിക്കേണ്ടതാണ്. വളരെ സംഗ്രഹിച്ച് മാത്രം അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ സമയമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. വഅലം അന്ന ശാഫിഈ വഅസ്ഹാബഹു, ഇമാമുന ഷാഫിയും അദ്ദേഹത്തിൻ്റെ പണ്ഡിതന്മാരും ഖാലു യുസ്തഹബ്ബു അല്ലാ യതസവ്വജൽ അബു വൽ ജദ്ദു അൽ ബിക്റ ഹത്താ തബ്ലഗ. വാപ്പയാവട്ടെ വല്ലിപ്പയാവട്ടെ, ബാക്കിയുള്ളവർക്ക് അതിന് അവകാശമില്ല കേട്ടോ. വാപ്പയാകട്ടെ വല്ലിപ്പയാവട്ടെ, പെൺകുട്ടിയെ, അതായത് കന്യകയാവുന്ന പെൺകുട്ടിയെ പ്രായപൂർത്തിയായിട്ടേ കെട്ടിക്കാവൂ എന്നത് വലിയ സുന്നത്താകുന്നു. വയസ്തഇദിനഹ, അവളോട് സമ്മതം ചോദിക്കുകയും വേണം. അവളുടെ സമ്മതം കിട്ടിയിട്ട് പ്രായപൂർത്തിയായിട്ടേ പെണ്ണിനെ കെട്ടിക്കാവൂ. ബിക്റിനെ കുറിച്ചാണ് പറയുന്നത്, കന്യകയെ കുറിച്ച്. കന്യക അല്ലാത്തവരെ കുറിച്ചോ അവരുടെ സമ്മതം ഉണ്ടെങ്കിലേ കെട്ടിക്കാവൂ.
വാപ്പയാണെങ്കിലും വല്ലിപ്പയാണെങ്കിലും. ഈ ബിക്ർ എന്ന് വെച്ചാൽ കന്യകയായ പെൺകുട്ടിയെ വാപ്പയും വല്ലിപ്പ അല്ലാത്ത വലിയ സഹോദരൻ കെട്ടിക്കുകയാണെങ്കിൽ, വേറെ ആരെങ്കിലും കെട്ടിക്കുകയാണെങ്കിൽ അവർക്ക് സമ്മതം കിട്ടിയേ പറ്റൂ. പെൺകുട്ടിയിൽ നിന്ന് സമ്മതം ഇല്ലെങ്കിലും കെട്ടിക്കാനാകെ പറ്റുന്നത് വാപ്പക്കും വല്ലിപ്പക്കുമാണ്. എന്തുകൊണ്ട്? ഈ പെൺകുട്ടിക്ക് ഏറ്റവും യോജിച്ചത് ആരാണെന്നും എന്നാണ് കല്യാണം എന്നുള്ളതും അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അറിയുന്നതും ആർദ്രത കാണിക്കുന്നതും. എന്നാ വാപ്പല്ല ആളാപ്പാണെങ്കിലോ മൂപ്പരൽപ്പം കഴിഞ്ഞ് കിട്ടട്ടെ എഴുതിയിട്ട് ചിലപ്പോൾ അങ്ങോട്ട് അടിച്ച് തീർക്കും. അത് വരാതിരിക്കാൻ അവർക്ക് കുട്ടിയുടെ സമ്മതം ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കാൻ പറ്റൂ. വാപ്പയും വല്ലിപ്പയുമാണെങ്കിൽ പോലും പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുവാനും അവരുടെ സമ്മതം കിട്ടാനും കാത്തിരിക്കണം. എന്തുകൊണ്ട്? അവൾക്ക് വെറുപ്പായിക്കൊണ്ട് ഒരു ഭർത്താവിൻ്റെ കീഴിൽ താമസിക്കേണ്ടി വരാതിരിക്കാൻ വേണ്ടി. വഹാദല്ലദീ ഖാലൂഹു, ഇമാം ഷാഫി തങ്ങളും അസ്ഹാബും പറഞ്ഞ ഈ കാര്യം ലാ യുഖാലിഫു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് മേലെ ചർച്ച ചെയ്യുന്നുണ്ട്, അതുമായി വിരുദ്ധമല്ല എന്ന് പറഞ്ഞിങ്ങനെ പോന്നിട്ട് ഈ വിഷയത്തിൽ വഅമ്മാ വഖ്തു സിഫാഫി സഗീറത്തിൽ മുസവ്വജത്തി വദ്ദുഖൂലി ബിഹാ, കല്യാണം ഏത് സമയത്തുമാവാം. കാരണം കല്യാണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ലൈംഗിക ബന്ധം എന്നല്ല. കല്യാണത്തിന് കുറേ ലക്ഷ്യങ്ങളുണ്ടാവും, വിസ്തരിക്കേണ്ടതാണ്. കല്യാണം ഏത് സമയത്തും ഏത് പ്രായത്തിലും ആകാമെങ്കിലും പറഞ്ഞു, ഏറ്റവും പുണ്യം പ്രായം തികഞ്ഞിട്ടാണ്. ആകാമെങ്കിലും ഈ പെണ്ണുമായി കൂടി ലൈംഗിക കുടുംബജീവിതം നയിക്കൽ എപ്പോഴാണ്? فإن اتفق الزوج والولي على شيء لا ضرر فيه على الصغيرة عمل به وإن اختلفا فقال أحمد وأبو عبيدة എന്ന് പറഞ്ഞു പോന്നിട്ട് قال مالك والشافعي وأبو حنيفة حد ذلك أن تطبيق الجماع, പെണ്ണ് ലൈംഗിക ബന്ധത്തിന് സാധ്യമാവോ അപ്പോഴാണിത് നടക്കേണ്ടത് എന്നാണ്. അതായത് പ്രായം 50, 25, 30 ആയതുകൊണ്ട് സെക്സ് നടക്കണം എന്നില്ല, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുമായി ലൈംഗിക ജീവിതം പാടില്ല. നേരെ പ്രായം കുറച്ച് കുറവാണ്, നല്ല ശാരീരിക ക്ഷമതയാണ്, സെക്സ് നടക്കും. അപ്പൊ കല്യാണം കഴിക്കലിന് പ്രത്യേകമായൊരു പ്രായമല്ലെങ്കിലും അവരുമായി കുടുംബജീവിതം നയിക്കുന്നത് ശാരീരികമായി അവർ പാകപ്പെടുമ്പോഴാണെന്ന് ഈ പണ്ഡിതന്മാരും ഒക്കെ പറയുന്നു. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു രീതി. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പേജുണ്ട്, അതിൽ നിന്ന് ഏതാനും ഭാഗം മാത്രം ഞാൻ വായിച്ചതാണ്. ഷറഹ് മുസ്ലിമിൽ മഹാനായ ഇമാമുനാ റളി റളിയല്ലാഹു അൻഹു നിക്കാഹിന്റെ ബാബ് പറയുന്നതാണ്. അപ്പൊ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രായമില്ല. അപ്പൊ ഒരു പ്രശ്നം വരും, അല്ലോന്ന് കല്യാണം കഴിക്കേണ്ട ആത്യന്തിക ലക്ഷ്യം ലൈംഗിക ബന്ധാന്ന് വിചാരിക്കരുത്. അപ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. പിന്നെന്താണ്? പല കാരണങ്ങളുണ്ടാവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിനെ കല്യാണം കഴിച്ചത് എന്തിനാണ്? മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ബുദ്ധിമതിയും ഓർമ്മശക്തി ഉണ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ട് റസൂലിൽ നിന്ന് ദാമ്പത്യ കുടുംബജീവിതം അനുഭവിച്ച് സമൂഹത്തിന് പകരണം. അതിനെന്താ, കുറച്ച് വയസ്സായ ആള് പോരെ? വയസ്സായ ആള് മതിയാകും. പക്ഷേ വയസ്സായ ആള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനോടൊപ്പം അനുബന്ധിച്ച് മരണപ്പെടും സ്വാഭാവികമായിട്ട്. അപ്പൊ ഇവരിൽ നിന്ന് ഇൽമ് തലമുറകളിലേക്ക് എത്തൂല. ആയിഷ ബി റളിയല്ലാഹു അൻഹയ്ക്ക് മുത്തറസൂൽ വഫാത്താകുമ്പോൾ 19 വയസ്സ് പ്രായം. അവർ 65-ാം വയസ്സിലാണ് മരണപ്പെടുന്നത്. ഏകദേശം 49 വർഷം പിന്നെയും ജീവിച്ചു, അന്നത്തെ എല്ലാ സഹാബികളുടെയും ഉസ്താദായിട്ട്. ഇങ്ങനെ ചില ലക്ഷ്യങ്ങൾ വേറെ കാണും. ലൈംഗിക ബന്ധത്തിന് സ്ത്രീ ശാരീരികമായി പാകപ്പെടണം എന്നതാണ് കണക്ക്. ബഹുഭാര്യത്വം പോലെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അനുബന്ധമായി ചർച്ച ചെയ്യാനുണ്ട്. ഇന്ന് സമയം കഴിഞ്ഞതും ചില ശാരീരികമായ പ്രയാസങ്ങളുള്ളതുകൊണ്ടും നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പരിശുദ്ധ ദീനിൻ്റെ ഖാദിമീങ്ങളായി ദീർഘകാലം ജീവിപ്പിക്കുമാറാവട്ടെ. ഇസ്ലാമിനെതിരെയുള്ള എല്ലാ വിദണ്ഡവാദങ്ങളെയും പ്രതിരോധിക്കാൻ പടച്ച റബ്ബ് ദീനിൻ്റെ ഖാദിമീങ്ങൾ എന്ന രീതിയിൽ നമുക്കൊക്കെ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.